അടയ്ക്ക വില വർദ്ധിച്ചു. അടയ്ക്ക പുതിയതിന് 500 രൂപ വർദ്ധിച്ചു. കൊപ്ര വില അല്പം ഉയർന്നു. വെള്ളിക്ക് 600 രൂപ കൂടി. വെളിച്ചെണ്ണ 4375. കൊപ്ര എടുത്ത പടി 3300. കുരുമുളക് നാടൻ ചേട്ടൻ വയനാടൻ, ചുക്ക് മഞ്ഞൾ, അടയ്ക്ക പുതിയത് പഴയത്, ഏലം സ്വർണം തങ്കം, നാളികേരം നാടൻ. ഇല്ല, വില കാണിച്ചിട്ടില്ല. അമ്മേ, അമ്മേ, പപ്പൻ കിടന്ന് വിളിക്കണത് നീ കേട്ടില്ലേ എന്റെ ലക്ഷ്മിയെ? അത് കടുങ്കാപ്പി ഇട്ടാൻ വൈകിട്ടാവും അമ്മേ. എന്നാലും ഒന്ന് വേഗമായിക്കോട്ടെ. ഇത് മതിയാവും ഇന്നൊരു ദിവസത്തേക്ക് തൊള്ളയും വിളിയും കൂട്ടാൻ. ഞാൻ തൊള്ളയും വിളി ഉണ്ടാക്കണുള്ളൂ. നേരെ എത്ര അയച്ചിട്ടാ? അച്ഛമ്മേ, ഇന്ന് നാളികേരത്തിന്റെ വില കമ്പോള നിലവാരത്തിൽ കാണിച്ചിട്ടില്ല. ഈരും മൊയ്തിയും നമുക്ക് നല്ല വില തരണതല്ലേ പപ്പ? എന്ന് വെച്ച് നമ്മക്കൊരു കണക്കില്ലഞ്ഞാലോ? ഇല്ലെങ്കിൽ പിന്നെ ഇന്നലത്തെ വില വെച്ച് കൂട്ടണം. അതിന് ഇന്നലത്തെ പത്രം ഉണ്ടോ തെരഞ്ഞ കാണുകൂടെ? അമ്മൂ, എടി അമ്മൂ, വിളിച്ചുണർത്തിയതാണല്ലോ പറഞ്ഞ. പിന്നെയും പോയി കിടന്നോ? അമ്മൂ, അമ്മൂ, പറഞ്ഞു. അമ്മേ, ഈ കാപ്പി ഇനി ആയില്ലേ? ആർക്കില്ല ഒരു ചൂടും ചുണയും? പെയ്ത മഴയൊക്കെ കൊണ്ട വിറക ഒന്ന് ചൂടായി കിട്ടണ്ടേ പപ്പ? മഴ പോയിട്ട് എത്രയായി? ഇന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ വലിച്ചിട്ട് തരില്ലേ വെയിലത്ത്? എവിടെ ശശി? ശശികുട്ടാ, ശശികുട്ടാ, ഉദയത്തിന് ഉണരാത്തോൻ ഉപകാരപ്പെടില്ല എന്ന് അച്ഛൻ പറയാറ്. തിരുവാതിരയായിട്ട് ഏതായാലും ഇന്ന് രാത്രി ഉറക്കം പോകും. അതുകൊണ്ടേട്ടാ ഇത്തിരി ആരും കൂടെ കിടന്നോട്ടെ. നിനക്ക് എന്ത് തിരുവാതിര? തിരുവാതിര പെണ്ണുങ്ങൾക്കാ. എണീക്ക്. തേങ്ങയുടെ അടക്കയുടെയും കണക്കെഴുതിയ ചീട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇതില്? ഞാൻ അറിയാതെ ഇതിൽ നിന്ന് പൈസ വല്ലതും എടുത്തുവോ? കുട്ടാ, കണ്ടം കൊത്താൻ ആള് വരും. പേരിനൊന്ന് കോറിയാ പോരാ, നല്ലോണം താഴ്ത്തി കളിക്കണമെന്ന് പറയും. കൂടെ നിന്നില്ലെങ്കിൽ ഒക്കെ തോന്നിയ മാതിരിയാ. എനിക്കാ തേങ്ങാക്കാരൻ മൊയ്തീനിക്കൊന്ന് കാണണം. വേറെ ഉണ്ട് 100 പണികള്. ശശി, ഓമനക്കുട്ടൻ വന്നാല് പണിക്ക് കയറണ്ടെന്ന് പറഞ്ഞേക്ക്. ഓ വേണ്ട, നാണ ഇല്ലല്ലോ തൊഴാൻ. കാശ് കയ്യെ കിട്ടിയ ആളെ കാണില്ല. പിന്നെ വന്ന വഴിക്ക് തന്നെയാണ് നടന്നോളൂ. സാറി, കാണാതായിട്ടേ 1 മാസമായിരിക്കണു ആളെ. ഓണക്കുട്ടൻ പോയിട്ട് 1 മാസമായോ? അതെങ്ങനെയാത്? അതെങ്ങനെയാണ്? നടന്നോളൂ. നാട്ടിലുള്ള ഉത്സവപ്പറമ്പ് മുഴുവൻ ഇറങ്ങി വന്നിട്ട് ഇനി പപ്പേട്ടനോട് ചോദിക്കാതെ ഓണക്കുട്ടനെ എങ്ങോട്ടും പോയില്ല. എത്ര കാലം ഇത് കേൾക്കണു? ആരോട് പറയാനാ? ഇറക്കി പറഞ്ഞയച്ചിട്ട് എവിടെയെങ്കിലും തപ്പി തടഞ്ഞ് വീണ് കയ്യോ കാലോ മുറിഞ്ഞാല് നിക്ക് എന്നെ മെനക്കെട്. അങ്ങോട്ട് ചെന്നോളൂ. ഇന്ന് പണിക്കാരുണ്ട്, കൂടെ കൂടിക്കോ. താങ്ക് യു. ഓ, മണിക്കുട്ടിയെ, നേരം വിളിച്ചായേ ഉള്ളൂ. തുടങ്ങിയോ നീയേ? വായിച്ചു നോക്ക്. കളർ പെൻസിൽ വാങ്ങിത്തരാട്ടോ. പപ്പേട്ടാ, ഓ, ഒരു വഴിക്ക് പോകുമ്പോ പിന്നീന്ന് വിളിക്കും. പിന്നെ ബാക്കിയുള്ളവര് നോക്കിയിരിക്കുന്നതിന് വിലയൊന്നുമില്ല. പിന്നീന്ന് വിളിച്ചതപ്പ കുറ്റം. വലിയ കളക്ടർ ഉദ്യോഗത്തിന് പോവല്ലേ? നീ ചെല്ല്, തോണി പോവാൻ നിൽക്കണു. എന്തിനാ പപ്പേട്ട ഈ കള്ളത്തരം? നാട്ടുകാർക്ക് നമ്മളെ നോക്കി നടക്കാൻ നേരില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് മിണ്ടി പറഞ്ഞു വെച്ച് മറ്റുള്ളവർക്ക് എന്താ ചെയ്തം? പണ്ട് ഈ മണപ്പുറത്ത് ഓടി കളിച്ചു കിടന്ന കുട്ടിയോളല്ല ഇപ്പൊ നമ്മള്. വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിക്കാം.
പറയേണ്ടത് നമ്മുടെ അച്ഛന്മാര് പണ്ടേ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടല്ലോ. അച്ഛനും ഉണ്ട് പറയണു, കുറച്ചു ദിവസമായിട്ട് പപ്പേട്ടനെ കണ്ടില്ലാന്ന്. ഉണ്ടാവും. ആരുടെയോ മുതല് പിടിച്ചെടുക്കാൻ എന്റെ വക്കീലിനെ കിട്ടണം. അതിനാ. പിടിച്ചെടുക്കാനോ? കേസ് നടത്താനല്ലേ? ആ, അങ്ങനെയും പറയാം. കേസ് നടത്തി പിടിച്ചെടുക്കുക. പിടിച്ചെടുത്തോ വളച്ചു കിട്ടിയോ ഉണ്ടാക്കിക്കോട്ടെ. എന്നെ കെട്ടിക്കൊണ്ടു പോകുമ്പോ പപ്പേട്ടനും കിട്ടും ഓരോഹരി. എനിക്ക് അധികാരി ഭാസ്കരൻ നായരുടെ സ്വത്തൊന്നും വേണ്ടേ, ശാപം കിട്ടും. അയ്യേ ഛേ, വയസ്സന്മാരെ പോലെ. സിഗരറ്റ് ആച്ചാലും വേണ്ടില്ല, അതിനൊരു ഗമയൊക്കെ ഉണ്ട്. വടക്കേടത്തും ഈ കടവത്തും അങ്ങാടിയിലും തീർന്നില്ല എന്റെ ലോകം. അതിന് ഈ ഗബയൊക്കെ മതി. ആ, വടക്കേടെ തിന്ന് തിരുവാതിര കേമാന്ന് കേട്ടു. ഏയ്, അവിടെ അങ്ങനെ ഒന്നുമില്ല. അങ്ങോട്ട് വരികയും വേണ്ട. ഒക്കെ ഉണ്ടാവും. ഞാനും ഇന്നവിടെ ഉണ്ടാവും. തോണി പോകും. അച്ചോട്ടാ, ഞാൻ കരുതി പെട്ടണക്കരക്കില്ലാന്ന്. ഇന്ന് ലേശം വൈകി. ആ, നായരുട്ടിയാ. പണ്ടൊക്കെ കൊയ്യ് കൊയ്യാല നേരം വെളുത്തുന്ന അറിയാം. ഇപ്പൊ നായരുട്ടിനെ കണ്ടാലാ. അങ്ങാടി നിലവാരത്തിൽ ഇന്ന് തേങ്ങയുടെ വില കാണിച്ചിട്ടില്ല. അതാ ഇങ്ങോട്ട് പോന്നെ. അതെയോ? വടക്കേടത്തെ പറമ്പില് അച്ഛന്റെ കാലത്താ ആ തൈത്തങ്ങൊക്കെ കായ്ച്ചു തുടങ്ങിയത്. അന്നു മുതല് അത് എടുക്കണതും വിൽക്കണതും ഞമ്മളാ. ഒരു കാലുറുപ്പ്യന്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നിങ്ങക്ക് എന്തിനീ ബേജാറ് നായരുട്ടിയെ? എനിക്ക് ലോഹിയൊക്കെ ലോഹ്യം, കണക്ക് കണക്കാ. അത് അന്നന്ന് എഴുതി കുത്തി ഉറപ്പിച്ചു വെച്ചില്ലെങ്കിൽ ആരെയും കാണിക്കാനല്ലെങ്കിലും നാളെ ഒരു കാലം എടുത്തു നോക്കുമ്പോ തെറ്റുണ്ടാവാൻ പാടില്ലേ? അത് പപ്പേട്ടൻ പറഞ്ഞ 100 വട്ടം ന്യായം. വിശ്വായ നായർ ഇത് തന്നെയായിരുന്നു സ്വഭാവം. കണക്ക് കണക്കാ. എനിക്ക് പപ്പേട്ടനെ കാണുമ്പോ ചിലപ്പോ തോന്നും വിശ്വായ നായരാ നടന്ന് വരണേന്ന്. നാരായണേട്ടാ, നിങ്ങളുടെ ഈ പപ്പേട്ടാന്നുള്ള വിളി എനിക്ക് അങ്ങനെ തീരെ പിടിക്കണില്ല കേട്ടോ. വിളിച്ചു പോവും. പപ്പേട്ടന് ചെറുപ്പത്തിലേ വയസ്സായി പോയതാ. നിങ്ങൾക്ക് 10-18 വയസ്സ് പ്രായമുള്ളപ്പോ വിശ്വായ നായർ മരിക്കുകയല്ല, ആ വയസ്സ് നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാ ചെയ്തത്. എന്നാലും അച്ഛന്റെ ലോഹ്യക്കാര് പപ്പേട്ടാന്ന് വിളിച്ച ഒരു സഹിച്ചുകൂടായി ഉണ്ടേ. ഉറുപ്പിയെന്നുണ്ടാവോ? നാളെ അവിടെ വടക്കേടത്ത് എത്തും. പോരെ? മതി. എനിക്ക് അധികാരി ഭാസ്കരമാമയുടെ വീട് വരെ ഒന്ന് പോണേ. ചെല്ലട്ടെ. ഒന്നും മുറുക്കണില്ലേ? മുറുക്കാം. തൊള്ളയും തുറന്ന് നിൽക്കാതെ അതങ്ങോട്ട് വേഗം കൊണ്ടിടുക. ഉറുപ്പേ 1ഉം 2ഉം അല്ല വൈകുന്നേരം എണ്ണി തരണതേ. പറഞ്ഞാലും മനസ്സിലാവില്ല. ആ, 1-2 ദിവസമായി ഞാൻ പപ്പനെ നോക്കി നിൽക്കുക. മിനിഞ്ഞാന്ന് കുറ്റിപ്പുറത്തെ ചെറിയമ്മാന്റെ ശ്രാദ്ധമായിരുന്നു. ചെറിയമ്മാന്റെ കുട്ടികളെയും കൊണ്ട് തിരുനാവായ വരെ ഒന്ന് പോയി. നീ ഇങ്ങനെ നാട്ടിലുള്ള എല്ലാവരുടെയും ചാവും അടിയന്തരവും ശ്രാദ്ധമായിട്ട് ഇങ്ങനെ നടന്നോ? അവനവന്റെ കാക്കലേക്ക് ഒരു കണ്ണു വേണം പപ്പനാബാ. വീണെടുത്തിട്ട് മണ്ണിടാൻ ഇന്നത്തെ കാലത്ത് ആളുണ്ടാവും. നിന്റെ അച്ഛനും ഞാനുമായിട്ട് എന്ന് ഇമാതിരി കാര്യത്തിലായിരുന്നു അഭിപ്രായ വ്യത്യാസം. വടക്കേടത്തെ കുടുംബെടുത്ത് തലേ വെക്കുമ്പോ അവൻ ബാക്കി വെച്ച് പോയ കഷ്ടപ്പാടല്ലേ നിനക്ക് അവകാശം കിട്ടിയത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇക്കാലം കൊണ്ട് നീ അത് നല്ലോണം അനുഭവിക്കുകയും ചെയ്തു. നിന്നെ വിളിപ്പിച്ചത് നിന്റെ ആ വക്കീല് കൃഷ്ണസ്വാമി ഞാനുമായിട്ട് നേരെ അങ്ങോട്ട് അടുക്കണില്ല. നീ അയാളോട് പറഞ്ഞോ നമ്മുടെ കേസിന്റെ കാര്യം? കൃഷ്ണസ്വാമി വാദിച്ച് എനിക്ക് അനുകൂലമായിട്ട് വിധിയാക്കി തന്ന 2 കേസിലും ന്യായം ഞങ്ങളുടെ ഭാഗത്തായിരുന്നേ. കേസിന്റെ ന്യായാന്യായം നോക്കിയ അദ്ദേഹം ന്യായോ അന്യായോ വാദിക്കണ വക്കീലിന്റെ നാവിന്റെ നീളം തന്നെയാ ഇപ്പറഞ്ഞ ന്യായത്തിന്റെ തൂക്കം. നീ അയാളോടൊന്ന് പറഞ്ഞ ഏർപ്പാടാക്കുക. ഇല്ലെങ്കിൽ സ്വത്ത് കുറച്ചങ്ങോട്ട് പോവും. എനിക്ക് നീ പറഞ്ഞ അയാൾ റെഡിയാ. ഞാൻ പറയാം. നീ ഇവിടെ നിന്ന് കുരുത്തക്കേട് കാണിച്ച അമ്മയ്ക്ക് പണി ഉണ്ടാക്കാതെ. കളർ പെൻസിലും പെയിന്റും ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് നല്ലോണം വരച്ചോളൂ കേട്ടോ. പെയിന്റ് എന്നല്ല, വാട്ടർ കളർന്ന് പറയാ. അതെങ്കിലും അത്. പപ്പേട്ടനുണ്ടോ ഇതൊക്കെ വല്ല വിവരവും? ഞാനും തേടിത്തെരഞ്ഞ് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ടല്ലോ മണിക്കുട്ടിക്ക് വരയ്ക്കാൻ. വരച്ച് വരച്ച് വലിയ ചിത്രകാരിയാവാൻ. ആ അതേ, അമ്മൂന് എന്തോന്ന് വരച്ചു കൊടുക്കാൻ നേറ്റിട്ടുണ്ടോ നീയേ? എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ ആദ്യം. പിന്നെ
ചെറിയ വികൃതിത്തരങ്ങളൊക്കെ ആവാട്ടോ ഈ ജനാലക്കിരുന്ന്. ആ ഇനിയിപ്പൊ അപ്പന്റെ ഒരു ഉപദേശം കൂടി അവൾക്ക് വേണ്ടു. ആ വൈദ്യമന്ദിരത്തില് കുറച്ചുകൂടെ പോയി നിന്നാലോ പത്മിനിയെടുത്തേ? എത്ര ചികിത്സിച്ചു ഇപ്പോ? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ? ഇതിന്റെ യോഗം ഈ ജനാലയ്ക്കിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഈ ജനാല കൂടെ ഒക്കെ എൻ്റെ അടുത്തേക്ക് വരണുണ്ടല്ലോ. രാവും പകലും കാറ്റും മഴയും നിലാവും ഒക്കെ. മതി, എനിക്ക് അത്രയും മതി. പോരാ, നടക്കണം. നീ നടക്കണം എന്നല്ല, ഓടിച്ചാടി നടക്കണം. എന്തേ? ഇക്കണ്ട മനുഷ്യന്മാരെയൊക്കെ രണ്ടു കാലിൽ നടത്തണം ദൈവം തമ്പുരാന്. പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ എന്നെ കൂടെ നടത്താൻ. വേണമെങ്കിൽ നടത്തിക്കോട്ടെ. അങ്ങനെ ഓടിച്ചാടി നടന്നില്ലെങ്കിലും വേണ്ടില്ല. അമ്മയുടെ ഭാരം ഒന്ന് കുറയ്ക്കാൻ, സ്വന്തം ആവശ്യത്തിനെങ്കിലും. ഒക്കെ നേരെയാവും. മണിക്കുട്ടി ഇവിടേക്ക് ഓടിച്ചാടി നടക്കണത് ഞങ്ങളൊക്കെ കാണും. ഉറപ്പാ അല്ലേ മണിക്കുട്ടിയെ? എന്നാ പിന്നെ ഞാനങ്ങട്. പപ്പേട്ടാ, ഉം. ഇന്ന് തിരുവാതിരയ്ക്ക് രാധികിച്ച് വരുമോ? വേണ്ട, അട്ടി വാങ്ങു നീ. വെറുതെ ഓരോ പരീക്ഷണന്നേ ഉള്ളൂ ബ്ലോക്കുകാർക്ക്. സങ്കരത്തിന് എങ്ങനെയാ ഗുണം ഉണ്ടാവുക? മംഗളയ്ക്ക് വലിപ്പം ഒത്തിരി കൂടും, പക്ഷെ തൂക്കം നടന്നു തന്നെയാ. പപ്പേട്ട, പത്രത്തിലൊരു പരസ്യം കണ്ടു, ഒരു ജോലിയുടെ. അപ്ലിക്കേഷൻ അയക്കാന്ന് വിചാരിച്ചു. എന്താ അത്? ഒരു ഫാർമസ്യൂട്ടിക്കൽസിന്റെ. ഭാരിച്ച പണി ഉണ്ടാവുമോ? ഏയ്, റെപ്രസെന്റേറ്റീവ് ആയിട്ടാ. നല്ല ശമ്പളമൊക്കെ പറയുന്നുണ്ട്, കമ്മീഷനുണ്ട്. കിട്ടിയ നല്ല. എന്നാലും അയക്കുക. പൈസ എന്തെങ്കിലും വേണോ അതിന്? അതല്ല, ബാംഗ്ലൂരിലാ ജോലി. കിട്ടിയ പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഓഹോ, ബാംഗ്ലൂര് താമസിച്ച് ഉദ്യോഗത്തിന് പോകാൻ സമ്മതത്തിന് വന്നിരിക്കുക? 1-2 കൊല്ലം കഴിഞ്ഞ ഇവിടേക്ക് ആയിട്ട്. നിക്ക് കേക്കണ്ട ഈ വലിപ്പത്തരം. ബാംഗ്ലൂര് പോയി കിടക്കാൻ പോവാ. ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവുണ്ടായിട്ടാണാവോ? ഉണ്ണിയെ, നിന്റെ ഒരു വക്കാലത്ത് ഉണ്ടോ ഈ തോന്നിയാസത്തിന്? അത് നല്ലൊരു ജോലി ആയതുകൊണ്ട് ശശിക്ക്. നല്ലൊരു ജോലി നിനക്കുണ്ടൊരു വളവ്. നിക്ക് മനസ്സിലാവണല്ലോ ഈ പറയണത്. ജോലി നന്നായ ഉള്ള വീടും കുടുംബവും ഒക്കെ മറന്ന് എവിടെയെങ്കിലും പോയി കിടക്കുമോ നിങ്ങള്? എന്നിട്ട് ബാക്കിയുള്ളവനോട് എന്ത് സമാധാനം എന്നാ? അല്ല, അത് വേറെ ചിലരൊക്കെ ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ. ശശികുട്ട, അങ്ങനെയൊക്കെ കുട്ടികളെ പറഞ്ഞേക്കാൻ നെഞ്ചുറപ്പുള്ളവരുണ്ടാവും. ഇവിടെ ഇപ്പൊ അതില്ല. സന്ധ്യക്ക് വിളക്ക് വെക്കണതിന് മുമ്പ് വടക്കേടത്ത് ഉമ്മറത്ത് ഉണ്ടാവുക. അതിനപ്പുറത്തേക്കുള്ള ഒരു ഉദ്യോഗക്കാരി നിക്ക് കേൾക്കണ്ട. വേണ്ട, ഇനി ഓമനക്കുട്ട പണിക്ക് കയറണ്ട. അടയ്ക്ക പറിക്കണ ദിവസമാണ്. ഇവിടെ ഉണ്ടാവണമെന്ന് 100 വട്ടം പറഞ്ഞിട്ട് കണ്ട പൂരപ്പറമ്പിലും ആനപ്പുറത്തും തോന്നി ദിക്കിലൊക്കെ നിരങ്ങി നടന്നോ? ദൂരെ പോകാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. താൻ എവിടെ വെച്ച പൊക്കോ. വെരി സോറി. സോറി. ഇത് മുഴുവൻ പെറുക്കി ചാക്കിലാക്ക്. താങ്ക് യു. നാളികേരം വക ജനുവരി മാസം 131 രൂപ 50 പൈസ. 131.50. അത് ശരി തന്നെ. എന്നാലും ഒരു 25 റുപ്യയുടെ കുറവുണ്ട്. ആ മാസം തന്നെ ഒരു 20 നേന്ത്രക്കൊല കണാരന് കൊടുത്തില്ലേ അമ്മേ? 20 ഉണ്ടായിരുന്നു. അത് നിക്ക് ഉറപ്പല്ലേ? 20 കൊല തന്നെയാ. ഞാൻ കുറ്റിപ്പുറത്തെ ചെറിയമ്മാന്റെ ശ്രാദ്ധത്തിന് തിരുനാവായ പോയ ദിവസം കണാരൻ കൊല കൊണ്ടുപോയത്. 20 എണ്ണം തന്നെ. അതിലല്ല കുറവ്, നാളികേരത്തിന്റെ കണക്കിന്. എങ്ങനെ കുറവുണ്ടാവാനാ? ഇനിയിപ്പോ അക്കരത്തെ അമ്മാവനോറ്റോ? ആ, അത് തന്നെ. അക്കരത്തെ അമ്മാവനെടുത്തതാ. എനിക്ക് കണക്ക് തെറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അപ്പ ആ 25 ശരിയായി. അമ്മോ,
ആരെടുത്തതായാലും കൊടുത്തതായാലും ഇങ്ങനത്തെ കണക്കൊക്കെ വേറൊരു ബുക്കിൽ എഴുതി വെക്കണം എന്ന് അവളോട് പറഞ്ഞിട്ട് എവിടെ അവള്? അമ്മോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുട്ടി. എന്നിട്ട് എവിടെ അവള് അവള്? ആ പോസ്റ്റ്മാൻ കൃഷ്ണന്റെ അവിടെ ടി വിയിൽ എന്തോ പരിപാടി ഉണ്ടത്രേ. ടി വിയോ? കൃഷ്ണന്റെ അവിടെയോ? എത്രയായി തുടങ്ങിയിട്ട്? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോഴൊക്കെ. വേണ്ട, കേക്കണ്ട എനിക്ക്. ടി വിയില് നല്ല പരിപാടികളൊക്കെ ഉണ്ടല്ലേ? ഏട്ടന്റെ വടക്കേടത്തെ തറവാടിന്റെ മാനം കളഞ്ഞിട്ടായാലും കാണേണ്ട പരിപാടികള്. വല്യേട്ടന്റെ അമ്മുവാണോ ഇങ്ങനെയൊക്കെ? അപ്പൊ പറ്റിക്കുണ്ടല്ലേ എന്നെ അറിയാതെ? ഇതാപ്പ നന്നായത്. ഇങ്ങളീ നട്ടപ്പാതിരിക്ക് ടി വി വാങ്ങാൻ ഇറങ്ങിയിരിക്കുക വിളക്കും വടിയായിട്ട്. എനിക്കല്ല, എന്റെ അമ്മൂന. ആ കുട്ടി കണ്ടോരുടെ ഉമ്മറത്ത് ഞാനറിയാതെ ടി വി കാണാൻ പോകുന്നുണ്ട്. ഇന്ന് എന്റെ കണ്ണി പെട്ടു. കുട്ടികൾക്ക് അതൊക്കെ ഒരു രസാണ്. എന്റെ ഒരു വാക്ക് തെറ്റിക്കാത്ത മോള. എന്നിട്ടും ആരാന്റെ വീട്ടിൽ അസമയത്ത് അവള് പോയെങ്കില് അത്രയ്ക്ക് ഇഷ്ടം അതിനോടുണ്ടായിട്ടല്ലേ? ഓ, എനിക്കത് മനസ്സിലായില്ല എന്ന് വെച്ചാ ഞാൻ പോരാത്തവനായില്ലേ മൊയ്തീനിക്ക? ഇതൊന്നും അതിന് മാത്രം വലിയ കാര്യമില്ലാന്നേ നായരുകുട്ടിക്ക് വലുതായി തോന്നണതാ. ഇവിടെ ദാ പെട്ടിയൊന്ന് വേണമെന്ന് കുട്ടികൾ പറഞ്ഞപ്പോ ഞാൻ അന്നേ അതങ്ങോട്ട് ഏർപ്പാടാക്കി. ഞമ്മക്കതൊന്നും അങ്ങോട്ട് വാങ്ങാനേ തീർന്നില്ലേ? വാങ്ങണം, നാളെ തന്നെ വാങ്ങണം. കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കട്ടെ? വേണ്ട, ഞാൻ ചെല്ലാതെ അത്താഴം കഴിക്കില്ല കുട്ടികൾ. കുടുംബം എന്ന് വെച്ചാ ഇങ്ങനെ കിടക്കപ്പുറതില്ലാത്തൊരു മനുഷ്യൻ. അമ്മോ, ഇപ്പൊ നോക്കിയേ കിട്ടണ്ടോന്ന്? ഇപ്പൊ ശരിയായോ? ഇല്ല, ഇനിയും തിരിക്കണമല്ലോ. നീ കാണാനായില്ലേ ചേച്ചി? ആന്റണിയുടെ പൊസിഷൻ ശരിയാവട്ടെ. ഒന്നും കാണില്ലോ ചേട്ടാ. ഓ, ഇത്രയും വിലയുള്ളൊരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെയായാലോ? മാറ്റി കൊണ്ടുവരണോ? വലത്തോട്ട് തിരിക്കാൻ പറ. വലത്തോട്ട് തിരിക്കാൻ. ആ, ഇത് കുറെ നേരമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ നോക്ക്. ആ, ലോകനാഥ പ്രഭു, ഏത് ലോകത്തിലാണ് ഇപ്പോഴുള്ളത്? അമ്മേ, അച്ഛമ്മേ, ദേ ശ്രീകൃഷ്ണൻ സീരിയല്. ദേവി എന്തോ പറഞ്ഞു. പറഞ്ഞു വന്നാൽ ഇതൊരു അപേക്ഷയാണ്. ലോകങ്ങളിലെല്ലാം നോക്കണേ മഹാഭാഗ്യം. ഈ സമയത്ത് കൃഷ്ണനെ തന്നെ കണ്ടു. കണ്ടു അല്ലേട്ടാ ശ്രീകൃഷ്ണൻ? കണ്ടോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ. അദ്ദേഹം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ വാക്കിന് എന്ത് മഹത്വമാണുള്ളത്? ദേവി, അദ്ദേഹം വലിയ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞ വേദവാക്യവും. എനിക്ക് അദ്ദേഹത്തെ എതിർക്കുവാനുള്ള സാഹസികത എങ്ങനെയുണ്ടാവും? അദ്ദേഹം ആജ്ഞ നൽകുകയാണ്. യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യുമോ? തീർച്ചയായും യുദ്ധം ചെയ്യും. എല്ലാം ശരിയായെന്ന് മൊയ്തീനിക്കോട് പറഞ്ഞു. അങ്ങ് വലിയ ജ്യേഷ്ഠനെ ഇത്രയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് ഈ പാവങ്ങൾക്ക് ആശ്വാസം എന്തിനാണ് നൽകിയത്? അവരുടെ വിവാഹം നടക്കുമെന്ന് വാഗ്ദാനം നൽകിയെന്നത് ശരി. സന്തോഷായില്ലേ മോക്ക്? അവരുടെ വിവാഹം നടക്കുമെന്ന്. പപ്പ നോക്കിയേ, ആരൊക്കെ കൺമുന്നിലെന്ന്. അതെ അതെ, ഇതൊക്കെ ഒരു ആവശ്യം തന്നെയല്ലേ പേട്ട? സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും ഇതിൽ നോക്കിയിരുന്ന നേരത്തിനൊരു കടുങ്കാപ്പി കിട്ടാണ്ടാവും. നോക്കിയിരിക്കും തോറും മനുഷ്യനെ മടി പിടിപ്പിക്കുന്ന ഒരു പെട്ടിയാണേ.
ആർക്കും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല. പപ്പേട്ടാ, ശിവൻ വടക്കേടത്തുനിന്ന് ഒരുപാട് ചോറുണ്ടിട്ടുള്ള ശിവൻകുട്ടി, നെല്ലിപ്പറമ്പത്തെ. എന്റെ ഗുരുവായൂരപ്പാ. അമ്മോ, ആരാ? നെല്ലിപ്പറമ്പത്തെ ഏതൊരു ശിവൻകുട്ടി അത്രേ. അച്ഛമ്മയ്ക്ക് അറിയോ ആരാന്ന്? നെല്ലിപ്പറമ്പത്തെ ശിവൻകുട്ടി അറിയോ? പുഴയെ ചാടി മരിച്ച രാവുണ്യാരുടെയും ശാരദയുടെയും മോനോ? നാടാകെ മാറിയിരിക്കുന്നു. പക്ഷേ വടക്കേടത്ത് തറവാടും പരിസരവും ഇന്നും അതുപോലെ. ഈ ഉമ്മറത്ത് അച്ഛന്റെ ഒരു കുറവ് മാത്രം. അങ്ങാടിയിലോ കടവത്തോ കാണുമ്പോ കയ്യും പിടിച്ചോണ്ട് വരുമായിരുന്നു വടക്കേടത്തേക്ക്. വല്ലപ്പോഴും വയറ് നിറഞ്ഞിരുന്നത് അപ്പോഴാ. നാട് വിട്ട് ഓടിപ്പോയ ദിവസം ആൽത്തറയുടെ അവിടെ കണ്ടപ്പോ പറഞ്ഞെങ്കിലും ഒന്ന് തോന്നിയതാ. പറഞ്ഞാ വിടില്ല. പറഞ്ഞില്ല. ആ പപ്പേട്ടാ, ഇനിയുള്ള കാലം ഇവിടെയൊക്കെ തന്നെ കഴിയണമെന്ന് ചില ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരും ഇല്ലാത്തോനാ. ഒരു കണ്ണ് വേണേ, ഒരു ഏട്ടന്റെ കണ്ണ്. ദൈവം സഹായിച്ചിട്ട് നല്ലോണം ഇരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് വേദനിച്ച് മരിച്ച അച്ഛനമ്മമാര് ചെയ്ത സുഹൃതെന്ന് കരുതിക്കൊള്ളുക. അമ്മേ, ഇനി അങ്ങടെ എപ്പോഴും ഒരു പിടി അരി ശിവൻകുട്ടിക്കും കൂടി കരുതിക്കോളൂ കേട്ടോ. വരട്ടെ. പപ്പേട്ടാ. ഓ, ശശി, നീ എന്റെ ഓഫീസിലേക്കൊക്കെ ഒന്ന് വാ. പപ്പേട്ടാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ശിവനാണെന്ന്. അതിനും മാത്രം സഹിച്ചിട്ടുണ്ട് അച്ചക്കൻ. കുട്ടിയായിരുന്നപ്പോ. ഈശ്വരാധീനം. നമ്മുടെ വീട്ടിലെല്ലാവർക്കും വല്യേട്ടനോട് എന്തെങ്കിലും പറയാൻ പേടിയല്ലേ? എന്തോന്നുണ്ടല്ലോ അമ്മുന്റെ മനസ്സിൽ. അകത്തേക്കും പുറത്തേക്കും അല്ലാണ്ട് നിൽക്കണു. ഇങ്ങോട്ട് പോന്നോട്ടെ. അത് ശശിയേട്ടന് പറയാൻ പേടിയായിട്ടാ. എന്ത് കുരുത്തക്കേടാണാവോ വെച്ചു വെച്ചിരിക്കണത് നിന്റെ ശശിയേട്ടൻ. അയ്യോ പാവം, ദോഷമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ദോഷമുള്ള കാര്യമല്ലെങ്കിൽ എന്നോട് പറഞ്ഞൂടെ അമ്മുവേ? ഞാനെന്താ മനുഷ്യന്മാരെ പച്ചക്ക് തിന്നണ ആളാ? അത് ഞാൻ പറഞ്ഞു ശശിയേട്ടനോട്. ഇന്നേരം വരെ നീയും പറഞ്ഞില്ല കാര്യം എന്താണെന്ന്. അതെ, ഇന്നലെ വന്നില്ലേ നെല്ലിപ്പറമ്പത്തെ ശിവൻ? ബോംബെയില് ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടത്രേ. അതിന്റെ ഓഫീസ് തൃശ്ശൂരും കുറ്റിപ്പുറത്തും കോഴിക്കോടും ഒക്കെ തുടങ്ങുകയെന്ന്. അതിന് ഏതെങ്കിലും ഒരു ഓഫീസില് ശശിയേട്ടന് നല്ലൊരു ജോലി. മോൾക്കറിയില്ല, ഈ ശിവൻ നമ്മുടെ വീട്ടിലാ വളർന്നത്. നമ്മുടെ അച്ഛന്റെ ഒരു ആശ്രിതനായിരുന്നു എന്ന് പറയാം. നെല്ലിപ്പറമ്പത്തെ രാവുണ്ണിയാര് ഈ ശിവന്റെ അച്ഛൻ. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരാളാന്ന് പറഞ്ഞാൽ തന്നെ നല്ലതല്ലേ അത്? ശശിയേട്ടനാണെങ്കില് വെറുതെ നിൽക്കുന്നതിന്റെ ഒരു മടുപ്പുണ്ട്. അമ്മു പറഞ്ഞു ശശികുട്ടന് നെല്ലിപ്പറമ്പത്തെ ശിവന്റെ കൂടെ എന്തോ ഒരു ഉദ്യോഗത്തിന് പോണെന്ന്. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? എന്തേലും ഒരു വകയും വരുമാനവും ഒക്കെ ആലോചിക്കേണ്ട പ്രായമായില്ലേ അവനും? അങ്ങനെ ഒരു വരുമാനം ഇല്ലാത്തോണ്ട് ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവുള്ളതെന്ന്? നീ എത്തിച്ചിട്ട് ഇവിടെ ഇന്നേരം വരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. അച്ഛനുള്ള കാലത്തെക്കാളും അന്തസ്സായിട്ടാ കഴിയണേ. പിന്നെ ഇപ്പൊ എന്തിനാ പുതിയൊരു ആലോചന എന്നാ എനിക്ക് മനസ്സിലാവാത്തത്? നീ ഈ പെടാപ്പാട് പെടുന്നത് കാണുന്നില്ലേ ശശികുട്ടനും? അവനവനെ കൊണ്ടാവുന്ന ഒരു കൈസഹായം ചെയ്യണമെന്നുണ്ടാവില്ലേ ആൺകുട്ടികൾക്ക്? അതുകൊണ്ടാവും പപ്പ. ഇപ്പൊ പണവും പത്രാസൊക്കെ ഉണ്ട് വെച്ചാലും കഴിഞ്ഞ കാലവും കഥയൊക്കെ കഴുകി തുടച്ചാ പോവുമേ. എനിക്ക് സമ്മതം ചോദിക്കേണ്ട ഒരാള് ഇന്നാ ഉമ്മറ കസേരയിലില്ല. അതുകൊണ്ട് അമ്മയോട് ചോദിക്കണേ. കുടുംബത്തിന് കുറച്ചിലുണ്ടാക്കിയിട്ട് ആനക്കെടുക്കോളം പൊന്നു തരാന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ടാന്ന് പറയാനേ അറിയും. തന്നെ താന്നോനോ വരുത്തന്മാരോ ഒന്നും അല്ലല്ലോ. ഇവിടെ മണ്ടിപ്പാഞ്ഞ് നടന്നവനല്ലേ ശിവൻ. എനിക്കൊരു തെറ്റും തോന്നിയില്ല. അച്ഛന് തോന്നുമോ അമ്മേ? അച്ഛന് നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നല്ലോ ശിവൻകുട്ടി. അനിഷ്ടം ഒന്നും ഉണ്ടാവില്ല. ഓ, എന്നാലും ആയിക്കോട്ടെ, എനിക്ക് എതിർപ്പൊന്നുമില്ല.
സമ്മതിച്ചു. സത്യം പറ. ആ, എന്റെ ഒരു ഒറ്റ വാക്കൊണ്ടാ വല്യേട്ടൻ സമ്മതിച്ചത്. അത് ഓർമ്മ വേണം. എനിക്ക് എന്താ വാങ്ങിത്തരാ? ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ നീ എന്തു പറയണോ ഏട്ടൻ വാങ്ങിത്തരും. അമ്മേ, പോയിട്ട് വാ കുട്ടാ. ഓട്ടോളെ. അച്ഛനെ മനസ്സിൽ വിചാരിക്കുക എപ്പോഴും. എനിക്ക് അച്ഛനേട്ടന് ഈ മനസ്സിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടോ എനിക്കറിയാം. ഞാൻ എവിടെയും തൂക്കില്ല. വാ. പുതിയ ആളും സ്ഥലവും നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. ആർക്കും തെറ്റായിട്ടൊന്നും പറയാൻ ഇടയുണ്ടാക്കരുത്. ഇല്ല. അച്ഛന്റെ വാച്ചാത്. കെട്ടിക്കോളൂ. വേണ്ട ഏട്ടാ, ഇത് ഏട്ടന്റെ കയ്യിൽ തന്നെ വേണ്ടേ. ഏട്ടൻ ഇത്തിരി സമയം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലെന്നേ. ചെല്ല്, രാഘുവിന് മുമ്പ് അവിടെ ചെന്ന് കയറണം കേട്ടോ. പോയിട്ട് വരാം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വലിയ ആളായി. കണ്ടോ, ഉദ്യോഗത്തിന് പോവാ. ശിവനെ ഒന്ന് കാണായിരുന്നു. പ്ലീസ്. സാർ, ഒരു ഗസ്റ്റ് ഉണ്ട്. വരാൻ പറയും. ചെന്നോളൂ. യെസ്. ആ, നീയാണോ ഗസ്റ്റ്? ഇരിക്കെ. ഇത്രയൊന്നും പ്രതീക്ഷിച്ചേയില്ല. വരണ്ടുപോയി. ശിവന്റെ ജീവിതം തന്നെ അതാ. പൂരത്തിനൊടുവിൽ ഒരു വെടിക്കെട്ടില്ലേ? മഹാദുരന്തങ്ങളുടെ പൊടിപൂരത്തിനൊടുവിൽ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു വെടിക്കെട്ട്. ആ, ബാലു, പ്ലീസ് കം. പിന്നെ നിനക്കിവിടെ ഇന്ന ജോലിയൊന്നൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളുടെ രൂപം കിട്ടും. നിന്നെ കൊണ്ടാവുന്നതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക. ആ, ഈ ബിസിനസിന്റെ മർമ്മം പിടികിട്ടിയാൽ പെട്ടെന്ന് നീ ഒരു പൊസിഷനിൽ വരും. വരണം. ആ, ബാലു, ഇത് മിസ്റ്റർ ശശിധരൻ നായർ, എന്റെ ഒരു റിലേറ്റീവ്. ഹലോ. ഹലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനൊന്ന് ഫീഡ് ചെയ്യണം. ശരി. ഓക്കെ. വന്നു കയറുന്നതിന് മുമ്പ് നിന്നെ ശല്യം ചെയ്യാന്ന് വിചാരിക്കരുത്. നായരെ, ഫോർമാലിറ്റി വേണ്ട, പറയൂ. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, വാര്യത്തുണ്ണി. വീട്ടിലെ കാര്യം വലിയ കഷ്ടാ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി. പിന്നെന്താ, ആള് മിടുക്കനായിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. കൂട്ടിയിട്ട് വാ. നമുക്ക് വേറെയും ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒക്കെ ആയിട്ട് നിൽക്കട്ടെ. അവരെ സഹായിച്ച ശിവനെ ദൈവം സഹായിക്കും. ഒരു കാലത്ത് സഹായിക്കാൻ മറന്നുപോയതുകൊണ്ടായിരിക്കും ഇന്ന് അദ്ദേഹം കൈ അയഞ്ഞ് സഹായിക്കുന്നുണ്ട്. എടുക്ക്. അല്ല, ആരാന്ന് വെച്ചിട്ടാ? ഞാനെന്ത് പറയാനാ? എടാ, ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ നിനക്കും പറയാം. എടുക്ക്. ആ, ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യും. ആ, അറ്റൻഡ്. ഹലോ. നീ ഇങ്ങനെ നിലന്തടാതോടല്ല എന്റെ പപ്പ. അവൻ ഇങ്ങോട്ട് എത്തിക്കോളും. എത്തിക്കോളും. സന്ധ്യക്ക് വിളക്ക് വെക്കണേന് മുമ്പ് വടക്കേടത്തെത്തുന്ന ഉദ്യോഗം മതിയെന്ന് പറഞ്ഞതാ ഞാൻ അവനോട്. അങ്ങാടിയിൽ ചങ്ങാതിമാരെ ആരെങ്കിലും കണ്ട്? അങ്ങാടിയിലെ ചങ്ങാതിമാരുടെ കാഴ്ച കാണാൻ പറ്റിയ നേരമാണല്ലോ. പോണ്ട ഇവിടുന്ന്, ഒരു ഉദ്യോഗത്തിന് പോണ്ട ഇവിടുന്ന്. വെറുതെ മനുഷ്യർക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടാക്കാൻ. അമ്മു, ആ ടോർച്ചും കൂടെ എടുത്തോ, കടത്ത് വരുമെന്ന് പോയി നോക്കാം.
അല്ലെങ്കിൽ വേണ്ട, അതിന് കടത്തം കെട്ടി പൂട്ടി പോയിട്ടുണ്ടാവുമല്ലോ അച്യുതനും. ഉദ്യോഗക്കാരനായപ്പോ ഇവിടെ ഒരു വീടും കുടുംബവും നോക്കിയിരിക്കണവരൊക്കെ ഉണ്ടെന്നുള്ളത് മറന്നോ? പപ്പേട്ടാ, നീ ഇതിപ്പോ എവിടെന്നാ ഇവന്റെ വാലുമ കടിച്ച് ഇന്നേരത്ത്? ഞങ്ങള് ഏട്ടാ, അത് ശിവന്റെ അടുത്ത് ഞാൻ ഉണ്ണിയുടെ ജോലിക്കാരും പറഞ്ഞു. അപ്പൊ കൊണ്ടുവെല്ലാം പറഞ്ഞു. അത് ഉണ്ണിയുടെ അമ്മയെ കണ്ടു പറഞ്ഞു. അതാ വൈകി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇതിപ്പോ എവിടെന്നത്? അത് എനിക്ക് ജോലിക്ക് പോവാൻ വരാനൊക്കെ ആയിട്ട് ശിവൻ. ഓ, ഇപ്പൊ ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ ഇവിടെ. 2 ചക്ര ഇതിന്. ചില നേരത്തെ ഇവറ്റകൾ എങ്ങനെയാ പെരുമാറുകയെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ സമാധാനം കെടുത്താൻ ഓരോ സൃഷ്ടികൾ ഇറങ്ങണത്. എനിക്കിത് നന്നായിട്ട് ഓടിക്കാറിയാട്ടാ. ഓ, വലിയ കാര്യമായി പോയി. നല്ലോണം ഓടിക്കാൻ അറിയാഞ്ഞിട്ടാ ഈ കണ്ട തീവണ്ടിയും വിമാനമൊക്കെ തലകുത്തി മറിയണത്. വടക്കേടത്തെ മുറ്റത്തേക്ക് ഈ യന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആ പുഴയൊന്ന് ചവിട്ടി കയറി ഇങ്ങോട്ട് വന്ന കാലല്ല മനസ്സ് തന്നെ വൃത്തിയാവും. പുതുമോടിക്ക് ഓരോരോ കുരുത്തക്കേടുകൾ തുടങ്ങണതേ. വല്യേട്ടാ, അത്താഴം വിളമ്പി. എനിക്ക് വേണ്ട. കുറച്ചെന്തെങ്കിലും. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. എന്തേ? എന്തു പറ്റി? പോലീസ് പിടിച്ചോത്രേ. പോലീസ് പിടിക്കേ? എന്തിനത്? ഈശ്വരനറിയാം. കണക്കല്ലാത്ത കാശുണ്ടായിരുന്നു അത്രേ അവന്റെ കയ്യില്. ഭാരതം വന്നു പോലീസ്. അവിടൊക്കെ തരണ കണ്ടു. എന്നോട് ഓരോന്നൊക്കെ ചോദിച്ചെഴുതി കുത്തിക്കൊണ്ടുപോയി. എന്റെ കുട്ടീനെ കാണണം, എനിക്ക് ഇപ്പൊ കാണണം. മീനാക്ഷി എടുത്തി ഒന്നും പേടിക്കണ്ട. നമ്മുടെ ശിവന്റെ ഓഫീസിൽ നിന്ന് അയച്ചതല്ലേ ഉണ്ണിയെ. ശശി അവിടെ തന്നെയല്ലേ ജോലി ചെയ്യണേ. അവർക്ക് വലിയ വലിയ ആളുകളെയൊക്കെ അറിയാം. അവര് വേണ്ടത് ചെയ്തോളും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനും എന്റെ കൂടെ വരട്ടെ പാപ്പ. എനിക്ക് എന്റെ ഉണ്ണിനെ കാണണം. വേണ്ട മീനാക്ഷി എടുത്തി. നേരെ ഇരുട്ടണതിന് മുമ്പ് ഉണ്ണി വാര്യത്തുണ്ടാവും. ഞാനല്ലേ പറയണേ. ആ, പപ്പേട്ടനോ? വരൂ, ഇരിക്കൂ. ശിവ, നമ്മുടെ വാര്യത്തെ കുട്ടിയെ പോലീസ് പിടിച്ചൊന്നൊരു എന്താ അത്? ആർക്കറിയാം പപ്പേട്ട. ഇവിടെയും കിട്ടി അങ്ങനെ ഒരു വിവരം. ശശിയും സ്ഥലത്തില്ല. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. ആ തള്ള ചങ്ക് പൊട്ടിച്ചാവും. വിവരം അറിഞ്ഞിട്ട് നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോ? ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാ ചെയ്യ, ഇപ്പൊ തന്നെ. പപ്പേട്ട, അതിൽ വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അതിൽ നേരിട്ട് ഇടപെട്ടാൽ പിന്നെ അത് നമ്മുടെ നേരെയാവും വരിക. എന്നുവെച്ചാ പപ്പേട്ടൻ ഇതിനിപ്പോ ഇങ്ങനെ ചാടി ഇറങ്ങണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. എനിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. ശശിയെ പോലെ തന്നെ ആ കുട്ടി എനിക്ക്. ഇത്ര ആലോചിക്കാൻ എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടത്തെ കാര്യമായിട്ട് പോയതല്ലേ ഉണ്ണി. ഒരു ആപത്തിൽപ്പെട്ട നേരത്ത് കൈ മലർത്തിയാൽ എങ്ങനെയാ? ഇവിടത്തെ കാര്യമാണെന്ന് പപ്പേട്ടനോട് ആരാ പറഞ്ഞത്? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാതെ എന്റെ പെടലേക്ക് വെക്കരുത്. ഒരു പണി കൊടുത്തു എന്ന് വെച്ച് എനിക്ക് എല്ലാറ്റിനും തലവെക്കാനൊന്നും പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ പണിയെടുക്കുക, പോലീസ് പിടിച്ചു എന്നറിയ, ശിവനൊന്നും അറിയില്ല എന്ന് പറയാ. ഇപ്പൊ ആ കുട്ടീനൊന്നും ഇറക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കെങ്ങനെ പറയാൻ പറ്റും? ജോലിക്ക് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. അവരുടെയൊക്കെ തെറ്റിന് ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാ വേണ്ട, പാടില്ല. ഞാനിവിടെ വന്ന് പറഞ്ഞത് തെറ്റ്. ക്ഷമിക്കുക.
വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഇപ്പറഞ്ഞ വാര്യര് കുട്ടിയെ 3 ലക്ഷം രൂപയുമായി കാസർകോട്ടെ പോലീസ് പിടിച്ചു. പറയുമ്പോ അത്രേ ഉള്ളൂ. പക്ഷേ സംഗതി കുഴഞ്ഞ കേസാ. പത്മനാഭൻ നായർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ആ കുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാ. അതുകൊണ്ടാ സ്വാമി ഞാൻ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ആകെയും താറുമാറാക്കുന്ന ആന്റി സോഷ്യൽ എലമെന്റ്സ്, സാമൂഹിക ദ്രോഹികളാ ഇതിന്റെയൊക്കെ പിന്നില്. പച്ച മലയാളത്തിൽ പറഞ്ഞ കുഴൽപ്പണക്കാര്. കുഴൽപ്പണക്കാരോ? അതെ. തൊഴിലില്ലാത്ത ഇഷ്ടം പോലെ ചെറുപ്പക്കാര് നമ്മുടെ രാജ്യത്തുണ്ട്. പെട്ടെന്ന് കുറെ കാശ് കിട്ടുമ്പോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗൗരവം ചിന്തിക്കാതെ ചാടിയിറങ്ങും. ചെത്തി നടക്കാൻ മോട്ടോർ ബൈക്കും പാന്റും ഷർട്ടും സ്പ്രേയും കൂളിംഗ് ഗ്ലാസും. കുട്ടികൾ വീഴാൻ പിന്നെന്താ വേണ്ടേ? അപ്പോ ശിവൻ ഹീ ഈസ് ദ മെയിൻ ഏജന്റ്, കുഴൽപ്പണ ഇടപാടിന്റെ ഒരു പ്രധാന കണ്ണി. എന്റെ അനുജൻ ശശി. ഞാൻ അത് തന്നെയാ പറഞ്ഞു വരുന്നത്. വളരെ അപകടകരമായ ഒരു ഗ്രൂപ്പിലാ അനിയൻ ഇപ്പോ ഉള്ളത്. പോയ വാര്യർക്ക് പോയത് തന്നെയാ. എനിക്കറിയാം അനിയനെ വളർത്തി ഇവിടം വരെയൊക്കെ എത്തിച്ചതിന്റെ ദണ്ണം. ഇനി അവനും കൂടി ജയിലിൽ പോകാതെ നോക്കിക്കോളൂ. മനസ്സിലായോ? അന്നുച്ചയ്ക്ക് വടക്കേടത്തെ മുറ്റത്ത് ആ കാറിൽ വന്നിറങ്ങിയത് ഇത്ര വലിയൊരു ആപത്തായിരുന്നു എന്റെ ഈശ്വര. നിക്കവിടെ. വേണ്ട, ഒക്കെ അറിഞ്ഞു. നിക്ക് വിവരവും ബുദ്ധിയില്ലെങ്കിലും അതുള്ള ഒരു നാട്ടിൽ വേറെ ഉണ്ട്. വക്കീൽ സ്വാമി പറഞ്ഞു എന്നോട് നീ ആരാ എന്താന്നൊക്കെ. ഇവനെ നീ എന്ത് പണിക്കാ കൊണ്ടുപോയത്? ആ വാര്യത്തെ കുട്ടിയെ നീ എന്തിനാ ചതിച്ചത്? ഇക്കണ്ട അക്രമമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെയും വടക്കേടത്ത് ഉമ്മറം നിറങ്ങാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. ഉഴൽപ്പണം കള്ളക്കടത്തും ഈ തറവാട്ടിലോ തല പോയാൽ ഞാൻ സമ്മതിക്കില്ല. ഏട്ടന് എന്തൊക്കെയാ പറയണേ? ശിവൻ എന്നെ ഒരു അക്രമത്തിനും കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഉണ്ണിയുടെ കാര്യം അത് അവന്റെ കുറ്റ. ഒന്നും കേൾക്കണ്ട എനിക്ക്. പപ്പേട്ടൻ വിചാരിക്കണ പോലെ ഒന്നുമില്ല. തെറ്റ് ചെയ്തത് ഉണ്ണിയാ. പക്ഷേ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ലക്ഷങ്ങൾ കെട്ടിവെച്ച് അവനെ ഇറക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് അവൻ അവന്റെ വീട്ടിലെത്തും. എന്റെ വളർച്ചയിൽ അസൂയുള്ള ആരോ പറഞ്ഞുണ്ടാക്കിയ കഥകളാ പപ്പേട്ടന്റെ മനസ്സിലിപ്പോ. കഠിനാധ്വാനം ചെയ്ത് 10 കാശുണ്ടാക്കിയാൽ ഉടനെ തുടങ്ങും നാട്ടുകാർ കുഴൽപ്പണം കള്ളക്കടത്തുന്നൊക്കെ. നമ്മളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത് സഹിക്കാഞ്ഞിട്ടാ പപ്പേട്ട അവർക്ക്. അതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ പപ്പേട്ടനും. ആര് വേണമെങ്കിലും വന്ന് നോക്കിക്കോളൂ എന്റെ ഓഫീസിൽ. പപ്പേട്ടനോ പപ്പേട്ടനെ തെറ്റിദ്ധരിപ്പിച്ച വക്കീലോ പോലീസോ എന്താ ഞങ്ങളുടെ ബിസിനസ് എന്ന്. നിക്ക് നിന്റെ ബിസിനസ്സും ലക്ഷങ്ങളും വലിപ്പത്തിലും ഒന്നും കേൾക്കണ്ട. ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല ഇക്കാലം വരെ അന്തസ്സായിട്ട് കഴിഞ്ഞത്. ശശി മേലിൽ ഇവിടുന്ന് നേരും നിറയില്ലാത്ത പണിക്ക് പോരുത്. ശിവ മേലിൽ മുറ്റത്ത് ചവിട്ടാനും പാടില്ല. പോയിക്കോളൂ. ശശിനി ജോലിക്ക് വരണോ വേണ്ടയോ എന്നത് പപ്പേട്ടന്റെ ഇഷ്ടം. പക്ഷെ എന്റെ ബിസിനസ് നേരും നിറയും ഇല്ലാത്തതാണെന്ന് പപ്പേട്ടന്റെ വായിന്ന് കേട്ടത് വല്ലാത്ത സങ്കടമായിപ്പോയി. പോട്ടെ. നിക്ക് ശിവ, ഏട്ടനത് എന്തിനുള്ള പുറപ്പാടാ? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നെ ശിവനോട് ഒന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ അത് എന്നോടും കൂടിയാ. ഇക്കാര്യത്തിൽ ശിവനോട് ഒന്ന് ഇറങ്ങിയ കൂടെ ഞാനും ഇറങ്ങും, ഉറപ്പാ. ഓ നീ ഇറങ്ങി പോവെന്ന് കാരണവന്മാരുണ്ടാക്കിയ ഒരു അന്തസ്സുണ്ടായിരുന്നു. ചങ്കിലെ കാറ്റ് പോയാലും കളയാൻ പാടില്ലാത്തൊരു അന്തസ്. അത് പണയം വെച്ച് പണം ഉണ്ടാക്കാൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നത്? ഇത്രയും കാലം പോറ്റി എന്റെ മുഖത്ത് നോക്കി പറയണ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നെന്ന്. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? തന്നതും തിന്നതും നോക്കിയതും പോറ്റിയതും ഒക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ചോദിച്ചല്ലോ ഇവിടെ എന്തിന്റെ കുറവായിരുന്നു എന്ന്. ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? വടക്കേടത്തെ വലിപ്പത്തരം നാഴികയ്ക്ക് 40 വട്ടം നീട്ടി വലിച്ചോളം പറഞ്ഞ ഏട്ടനോടോ ചോദിച്ചത്? 10 800 നാളികേരം ആ ചാത്തനോ ചങ്കരനോ വെട്ടി താഴ്ത്തിടും. അത് വിറ്റ് കിട്ടുന്ന ചില്ലാനം ആ മൊയ്തീൻകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി അച്ചമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് വാങ്ങണ അരിയും മുളകും തീർന്നു. പിന്നെ ഏട്ടനെ പേടിച്ച് മിണ്ടില്ല ഇവിടെ ആരും. അത്ര തന്നെയുള്ളൂ ഇതുവരെ കുടുംബം പോറ്റി കണക്ക്. അതിനപ്പുറത്തേക്ക് വല്ലതും പറയാനുണ്ടോ ഏട്ടനെ? അനങ്ങിയെ ചോദിക്കും ഇവിടെ എന്തിന്റെ കുറവാളേ. വടക്കേടത്തെ വിശ്വനായരുടെ കുടുംബം മാത്രം മെച്ചപ്പെട്ടുവിടാന്നൊന്നുമില്ല.
ഒരു നിറമുള്ള കുപ്പായിട്ടോടാന്നില്ല. ഈ പുഴയ്ക്കപ്പുറത്തും വളരുന്നൊരു ലോകമുണ്ട്, ഏട്ടൻ കണ്ടിട്ടില്ലാത്ത ലോകം. ഏട്ടന് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ എല്ലാവർക്കും വേണം ജീവിതത്തിലെ സുഖവും സൗകര്യങ്ങളും ഒക്കെ. ഏതെങ്കിലും വഴിക്കത് വരുമ്പോ അതില്ലാണ്ടാക്കുക, അതിന് സഹായിച്ചൊരു ഇറക്കി വിടുക. എന്തു പറഞ്ഞാലും മരിച്ചുപോയി അച്ഛന്റെ പേരാ പറയാനുള്ളേ. ആ പേരും പറഞ്ഞ് ഈ വീട്ടിൽ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തണമെന്നൊന്നുമില്ലല്ലോ. ശിവന്റെ കൂടെ ഞാൻ ജോലിക്ക് പോകും. ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടം എനിക്ക് വേണ്ട, സമ്മതം എനിക്ക് വേണ്ട. ഒന്നും വേണ്ട എനിക്ക്, ഒന്നും. എന്താ വലിച്ചെറിഞ്ഞെന്ന് അറിയോ നിനക്ക്? അത്രയ്ക്ക് വളർന്നോളാം നീയെ. ഇനി തല്ലരുത് എന്റെ കുട്ടീനെ. നാക്കെടുത്ത 40 വട്ടം അച്ഛനെ കുറിച്ച് പറയാറില്ലേ നീ? അച്ഛൻ എന്നേലും നിന്റെ മേല് കൈവച്ചിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ടോ നിന്നെ? ഒരനർത്ഥം വലിച്ചു കയറി 100 എണ്ണാക്ക. അതാ നീ ഇപ്പൊ ചെയ്യണേ. അച്ഛന്റെ കൈ തൂങ്ങി നടക്കണ കാലത്ത് ആ കൈ കണ്ടതായത് ഇതെനിക്ക്. ഇത് വലിച്ചെറിഞ്ഞപ്പോ അച്ഛൻ എന്നെ സ്നേഹിച്ചതിലപ്പുറം എന്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിച്ചത് 10-18 വയസ്സ് മുതല്. എന്നിട്ടിപ്പോ അമ്മയും പറയണു. അതൊക്കെ എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ശശി. തെറ്റും ശരിയും അവന് തിരിച്ചറിയാം. അവന് ഇഷ്ടമുള്ള പണിക്ക് അവൻ പൊയ്ക്കോട്ടെ. ആ പേരിലെ മുറ്റത്ത് വഴക്കും വക്കാണ് ഉണ്ടാവരുത്. അമ്മേ, അപ്പൊ എനിക്കാ തെറ്റണതല്ലേ? ശരിയാ, എനിക്കാ തെറ്റിയത്. ഞാനാ ഈ തല്ലും വഴക്കും ഒക്കെ. ശശികുട്ട, ക്ഷമിക്കുക ഏട്ടനോട്. ഈ പുഴയ്ക്കപ്പുറത്ത് ഞാൻ കാണാത്ത വലിയ വലിയ ലോകങ്ങളൊക്കെ കണ്ട നിങ്ങളൊക്കെ തന്നെയായിരിക്കും ശരി. ക്ഷമിക്കുക. ഈ കൈ കൊണ്ട് എന്റെ ശശികുട്ടനെ ഞാൻ അറിഞ്ഞു. ഒരു വീട് കുടുംബമായാല് അതൊക്കെ ഉള്ളതാ. എന്റെ വാക്കിന് മറുവാക്ക് പറയാത്തവൻ ഇന്ന് എന്നോട് മനസ്സങ്ങട് സഹിക്കണില്ല മൊയ്തീനിക്ക. എന്തൊക്കെയോ എവിടേക്കോ പിടിവിട്ടു പോണ പോലെ ആറ്റുനൂറ്റ് കൊണ്ടുകിടന്ന എന്റെ കുടുംബത്തിന്റെ കെട്ടുപൊട്ടുകയാണോ മൊയ്തീനിക്ക? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു ദോഷവും വരത്തൂല പഠിച്ചു. ആര് തെറ്റിയാലും നിങ്ങൾ തെറ്റിക്കൂടാ. സഹിക്കണം, ഒക്കെയും സഹിക്കണം. ഒന്നും ഓർക്കണ്ട. കണ്ടില്ലേ ഈ പുഴയിൽ കൂടെ എത്ര മലവെള്ളം, ഏതൊക്കെ കർക്കിടകം. ഒരു പരാതിയും ഇല്ലാതെ നീണ്ടു നിവർന്ന് കിടക്കണില്ലേ എപ്പോഴും? ആ എന്റെ പപ്പേട്ട എവിടൊക്കെ അന്വേഷിച്ചു? എന്തേ ശങ്കുണ്ണി? പപ്പേട്ട ഒന്ന് നിന്നേ പറയട്ടെ. തിടുക്കണ്ടേ? ഒന്ന് നിൽക്ക, ഒരു കാര്യം പറയാനുണ്ട്. ഇനി ഈ ഭൂമി മലയാളത്തില് നിങ്ങൾ അനിയത്തിക്ക് ഒരു ചെക്കനെ അന്വേഷിക്കാൻ ബാക്കിയില്ല. ദൈവാധീനം കൂട്ടിക്കോളൂ. കിട്ടി കിട്ടിന്ന് മാത്രം പറഞ്ഞാ പോരാ, എല്ലാം കൂടെ ഒത്തു കിട്ടി. എന്റെ അമ്മക്കുട്ടീനെ അങ്ങനെ ആർക്കെങ്കിലും ഒന്നും പിടിച്ചു കൊടുക്കില്ല ശങ്കുണ്ണി. ആകെ ഒന്നേ ഉള്ളൂ പെണ്ണായിട്ട് വടക്കെടുത്ത്. നല്ല ഐശ്വര്യമുള്ള സ്ഥല കാടാമ്പുഴ. നല്ല എണ്ണം പറഞ്ഞ തറവാട് പാലത്തറയ്ക്കൽ. പയ്യനോ പപ്പേട്ടൻ ആശിച്ച പോലെ സ്കൂൾ മാഷ്. സ്കൂളെന്ന് പറഞ്ഞാലോ നല്ല 1ാം തരം സ്കൂള്, UP സ്കൂള്. പയ്യൻ എന്താ പഠിപ്പിക്കണമെന്ന് ചോദിച്ചില്ലല്ലോ. എന്തായിരിക്കും? എനിക്കെങ്ങനെ അറിയാനാ? അവിടല്ലേ കാര്യത്തിന്റെ ഒരു മർമ്മം. ഹിന്ദി എവിടെ പോയാലും കുടുങ്ങൂല. എവിടെയെങ്കിലും പോയി കുടുങ്ങാൻ വേണ്ടിയിട്ടാണോ മനുഷ്യന്മാര് മാഷാവണത്?
വടക്കെടുത്ത വിശ്വനാഥയുടെ മോളെന്ന് പറഞ്ഞപ്പോ പിന്നെ അവർക്കൊന്നും ചിന്തിക്കാനില്ല. കുടുംബം അറിയാത്രേ. നാളെ പയ്യനും കാരണവന്മാരും വരണുണ്ട് കുട്ടീനെ കാണാൻ. വരിക വരിക. ഏയ് ചെരുപ്പൊന്നും അടിക്കണ്ട കേട്ടോ. ഇങ്ങോട്ടിരിക്കാം. പപ്പേട്ടാ, ഇത് പാലത്തറക്കിലെ ഗോപാലൻ നായർ അദ്ദേഹം. മനസ്സിലായി. ഇതെന്റെ മകൻ. അറിയും, എല്ലാരും നല്ലോണം അറിയും. ഇല്ലേ ചങ്കുണ്ണി? ഇത് ഒരു ചടങ്ങ്, അത്രേ ഉള്ളൂ. അതെ അതെ. ഞാൻ താ വരണു. ഓ ശശികുട്ട, കാടാമ്പുഴന്ന് അവരൊക്കെ വന്നിരിക്കണു. നീ ഉമ്മറത്തേക്കൊന്ന് ചെല്ലേ. ഏട്ടനത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ? എന്തേ ശശികുട്ട? ഇവിടെ ഇത്രയും പേരുണ്ട്, ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചോ ഈ കൂട്ടർ എഴുന്നള്ളത്ത്? ഓട്ടെ, കൂടെ പൊറുക്കേണ്ട അമ്മുവല്ലേ, അവളുടെ സമ്മതം ചോദിച്ചോ? ഒക്കെ ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനിക്കും. അല്ല ശശികുട്ട, ഇതിപ്പോ അവര് വന്നു എന്നല്ലേ ഉള്ളൂ. നല്ല കുടുംബം, അന്തസ്സുള്ളൊരു ജോലി. അന്തസ്സുള്ള ജോലി ഇങ്ങനെ എണ്ണിച്ചൂട്ട ശമ്പളം വാങ്ങി കഴിയുന്ന ഏത് കാലം നന്നാവുന്ന കരുതിയിട്ട് അതൊക്കെ ഇതൊരു കടം വീട്ടിലൊന്നും അല്ലല്ലോ, അമ്മുവിന്റെ നല്ലതിന് വേണ്ടിയിട്ടില്ലേ? കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യ. അതല്ല തന്നിഷ്ടം കാണിക്കാനാണെങ്കിൽ ഏട്ടന് തോന്നിയ പോലെ അങ്ങോട്ട് ചെയ്തോളൂ. അനുജന ശശികുട്ട, ഇത് അവൾക്ക് കുട്ടിക്ക് നല്ല സുഖമില്ല, കിടക്കുക. പത്മനാഭൻ നായരെ, അന്യ നാട്ടുകാരാ ഞങ്ങൾ. എന്നാലോ അച്ഛനെ കുറിച്ചൊക്കെ ഒരു കേട്ടറിവുമുണ്ട്. വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും വേണ്ടിയിരുന്നില്ല. ശമുണി, ബാക്കി നിന്നോട് പറയാം. അറിയിക്കോളൂ. അല്ല, അത് നമുക്ക് ഇനിയൊരു ദിവസം. പത്മനാഭൻ നായരെ, പെണ്ണ് നാട്ടിൽ കിട്ടാത്തൊന്നും അല്ലല്ലോ. ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല. ശശി ഇവിടെ വന്നിരുന്നു. അമ്മുവിന്റെ കല്യാണക്കാര്യത്തില് വടക്കേടത്ത് നീയല്ലാത്ത എല്ലാവർക്കും മനസ്സിൽ വേറെ ചിലതുണ്ട്. പെൺകുട്ടികളെ പറഞ്ഞയക്കുമ്പോ അവരെ എത്തിക്കാവുന്ന ഏറ്റവും വലിയ നില ഏതാ, അത്രയ്ക്ക് എത്തിക്കാനാ അച്ഛനമ്മമാർ ആഗ്രഹിക്കുക. അതൊരു തെറ്റാണോ പപ്പനാബ? അല്ല, കാര്യം എന്തൊക്കെയായാലും ശിവൻ ഇന്ന് എണ്ണപ്പെട്ട ഒരു പണക്കാരനാ നാട്ടില്. ശശിപ്പ അവിടെ പഴയ പോലൊരു ജോലിക്കാരനല്ല. അവരിപ്പോ ബിസിനസ് പാർട്ട്ണർമാരും അറിയാലോ. കുടുംബകാര്യത്തിലും പാർട്ട്ണർമാരാവാൻ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കും അവർക്ക്. അമ്മുവും ശിവനും തമ്മില് മനസ്സുകൊണ്ടൊരു ഇഷ്ടമുണ്ട്. അത്ര ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ വളർത്തിയ കുട്ടിയാ, എനിക്കറിയാം അവളുടെ മനസ്സ്. ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുക. അല്ലെങ്കിലും ഇഷ്ടത്തിലൊന്നും വലിയ കാര്യമില്ല. കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും ആ പെൺകുട്ടിയുടെ ഭാവിക്കും അങ്ങനെ ഒരു ബന്ധമാണ് നല്ലതെങ്കിൽ നീയായിട്ട് അതിനൊരു എതിര് നിൽക്കണ്ടാന്നാ എനിക്ക് പറയാനുള്ളത്. എന്തേ എന്നോട് ഇതൊന്നും ആരും. അതെങ്ങനെയാ? നീ വടിയുമേലെ പാമ്പ് പോലെയല്ലേ വരിക? മൂത്ത ഏട്ടനല്ലേ? പേടി ഉണ്ടാവില്ലേ കുടുംബത്തിലുള്ളവർക്ക്? ഇന്നെ ആരും പേടിക്കണ്ട. അച്ഛനൊരാൾ ഇറങ്ങി പോയിട്ടുണ്ട് അവിടുന്ന്. അത് ഓർമ്മയുണ്ടായാൽ മതി എല്ലാവർക്കും. ഇത് തന്നെയാ പത്മനാഭനുള്ള വലിയ കുഴപ്പം. മരിച്ചോരെ പറ്റി ഓർമ്മ വേണ്ടാന്നല്ല, മരിച്ചോരെയും കൊണ്ടു കിടക്കലാവരുത് ജീവിതം. ശിവന്റെ കാര്യം നിന്റെ അമ്മയ്ക്കും ഇഷ്ടാത്രേ. നിന്റെ അമ്മയ്ക്കോ? അമ്മ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അവർക്കത് നടന്നാ കൊള്ളാന്നുണ്ട്. മകളുടെ ഭാവിയല്ലേ അമ്മമാര് നോക്കുക. സമ്മതിക്കല നിന്റെയും ധർമ്മം. അല്ല, ഞാൻ പറഞ്ഞൊന്ന് മാത്രം. തീരുമാനമൊക്കെ നിന്റെയാ. അമ്മേ,
വിളിച്ചോ പപ്പ? എന്തേ നിനക്ക്? ഭാസ്കരമാമ വിളിപ്പിച്ചിരുന്നു. ചിലതൊക്കെ പറഞ്ഞു. അമ്മയ്ക്കെങ്കിലും പറയായിരുന്നു എന്നോട്. വടക്കേടത്തെ കാര്യങ്ങള് ഇപ്പൊ പുറത്തുള്ളവര് പറഞ്ഞു വേണം ഞാൻ അറിയാൻ. ഭാസ്കരമാമ പുറത്തൊരാളാണോ? ഭാസ്കരമാമ മാത്രമല്ല, വേറെ ഉണ്ടാവണുണ്ടല്ലോ ബന്ധുക്കള്. എന്തൊക്കെയാ നിന്റെ മനസ്സില്? എന്റെ മനസ്സിലല്ല, ഇവിടെ ഇവിടെ എല്ലാവരുടെയും മനസ്സിലും എന്തൊക്കെയുണ്ട്. പറഞ്ഞില്ല എന്നോട്. അമ്മൂനെ പെണ്ണ് കാണാൻ വന്നവരുടെ മുന്നില് മാനം കെട്ടത് ഞാനല്ല, എന്റെ അച്ഛനാ. അമ്മു, അമ്മു, മോളുടെ കല്യാണക്കാര്യം പറയാനാ. നിന്റെ ശശിയേട്ടൻ പറഞ്ഞു വല്യേട്ടൻ തന്നിഷ്ടം കാണിച്ചു. നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. വല്യേട്ടന്റെ അറിവുകേടുകൊണ്ട് അത്. ചെറുപ്പത്തിലെ വയസ്സായി പോയൊരു മനസ്സാൻ്റെത്. വല്യേട്ടന്റെ ജീവിതം അല്ലാതെ നമ്മുടെ അച്ഛന്റെ. അതാ വല്യേട്ടൻ ജീവിക്കണത്. അതുകൊണ്ടാവും പലതും അങ്ങോട്ട് പിടിക്കാത്തതും പുതിയത് പലതും മനസ്സിലാവാത്തതും. മോളുടെ മനസ്സില് വല്യേട്ടൻ അറിയാതെ പോയത് എന്തെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാവരും ആശിച്ചതൊക്കെ നടക്കണം. അത് നാളേക്ക് നല്ലതാവുകയും വേണം. എന്തിലും അതേ നോക്കിയിട്ടുള്ളൂ ഞാൻ. മോൾക്കിനി ശിവനാ വേണ്ടെന്ന് വെച്ചാ അതും ഈ വല്യേട്ടൻ നടത്തി തരും. വല്യേട്ടൻ അതിലൊന്നും ഒരു വിഷമമില്ല. മോള് പറയ്, പറ മോളെ. ഇഷ്ടത്തിലാണല്ലേ? ആരും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാ മതിയായിരുന്നു. സാരല്ല, എന്റെ അമ്മയും എന്റെ അമ്മുമൊക്കെ അല്ലേ. സാരല്ല. നേരെ കാണുന്ന പോലെ ഉണ്ട്. പഴയ ടിവിയുടെ കുറച്ച് തവണയും കൂടി ഇനിയും ബാക്കിയുണ്ട്. എന്നാലും കളറ് തന്നെയാ നല്ലത്. ഇലയ്ക്കും പൂവിനൊക്കെ നല്ല നിറം ഉണ്ടാവില്ല. ആളുകളെയും കാണാൻ നല്ല ചന്തണ്ടാവും. വടക്കേടത്തെ തറവാട്ടില് ആദ്യമായിട്ട് നടക്കണ ഒരു കല്യാണം എന്റെ അമ്മൂന്റെ. ഒരുപാട് കാലം കൊണ്ട് ആശിക്കണതാ. ഈ മുറ്റത്തൊരു വലിയ പന്തല്. കുടുംബത്തിലും നാട്ടിലുള്ള എല്ലാരും ക്ഷണിക്കണം. അച്ഛന്റെ ലോകിക്കാര് തന്നെ ഒരുപാടുണ്ട്. ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. ശിവന് ഞാനും കൂടി ഇരുന്ന് വിശദമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി കല്യാണക്കുറി അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സൊക്കെ അവര് തന്നെ പ്രിന്റ് ചെയ്തോളും കമ്പ്യൂട്ടറിൽ. നന്നായി. അച്ഛന്റെ കൂട്ടുകാരൻ ഒരു ദാമോദരേട്ടനുണ്ട്. പേരെടുത്ത ആളാ. പന്തലും സദ്യ അങ്ങോട്ട് ഏൽപ്പിച്ച ഗംഭീരാക്കി തരും. ഇന്നലെ കണ്ടിരുന്നേ, ഞാനൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ പഴയ രീതിയാ. ഇവിടെയാണെങ്കിൽ ഇപ്പൊ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഒരു കല്യാണ മണ്ഡപത്തിലായ ആളെണ്ണി കാശങ്ങട് കൊടുത്താൽ മതി. ഒരിലയ്ക്ക് ഇത്ര കാശ്, ബാക്കി അവര് നോക്കിക്കോളും. അതും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏട്ടൻ ഇനി അതിനൊരു 100 നടന്ന് വെയിലൊന്നും കൊള്ളണ്ട. ഒക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്. ഓരോന്നോരോന്ന് പപ്പേട്ടന്റെ കയ്യിൽ നിന്ന് വിടുവിട്ട് പോണല്ലേ അറിയാതെ. ഏയ്, വെറുതെ തോന്നുക നിനക്ക്. മണ്ടത്തരങ്ങളെ തലേ തെളിയും. അവരൊക്കെ തീരുമാനിക്കണ തന്നെയാ ശരി. കൊട്ടാരം പോലത്തെ വീടും കാറും ഒക്കെ അത്രേ അമ്മൂന് ശിവന് ഒരുക്കണത്.
കാശുമാലയും 6 വളയും കൂടി തന്നെ 4, 3, 7 പവൻ വരും. പിന്നെ ഇറക്കുള്ള ചെയിനും മോതിരങ്ങളും 2, 2, 4 പവൻ. അപ്പോ 7, 4, 11 പാദസരം 4 പവനും മൊത്തം 15 പവനും 5 പണത്തൂക്കവും വരും. അതിന്റെ വില ഇവിടെ അറിയാം. എന്ത് തിരക്കുണ്ടെങ്കിലും കല്യാണത്തിന്റെ തലേന്ന് മുതൽ അവിടെ ഉണ്ടാവണം. ഓഹോ, മൊയ്തീനിക്കാക്ക് അറിയാലോ, ഒരു കല്യാണ റുപ്യ കുറെ ഇനിയും ഒപ്പിക്കണം. നിങ്ങൾ ബേജാറാവാതെ പടച്ചോനൊരു വഴി കാട്ടും. കുറെയൊക്കെ കൈക്കടം വാങ്ങാം. എന്നാലും ഒരു 5-6 മാസത്തെ തേങ്ങയുടെ പൈസ നിങ്ങൾ മുൻകൂർ തരേണ്ടി വരും. അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. നായരുകുട്ടിന്റെ കൂടെ നമ്മളും ഉണ്ട്. എന്തേ പോരെ? അമ്മോ, അമ്മോ, പപ്പേട്ട, നീ ഇതപ്പോ വന്നു? ഞാനിന്ന് സ്കൂളിൽ പോയില്ല. വരൂ. വരൂന്നേ. നോക്കി അമ്മൂനെ. നന്നായിട്ടുണ്ട് പപ്പേട്ട. ഒക്കെ പുതിയതരം ആഭരണങ്ങളാ. ശശി എവിടുന്നൊക്കെയോ വാങ്ങിയതാ അത്രേ. മദ്രാസിന്നോ ബോംബെന്നോ എന്നൊക്കെ പറയണ കേട്ടു. എങ്ങനെയുണ്ട് വലിയേട്ടാ? അസലായിരിക്കണം. എന്തൊരു ചന്ത ഇപ്പൊ എന്റെ അമ്മൂനെ കാണാൻ. നോക്കിയേ കല്യാണ സാരി. ഇത് മദ്രാസിന്നാ. ഒക്കെ ശശിയേട്ടൻ വാങ്ങിയതാ. നന്നായിരിക്കണം. എല്ലാം പപ്പേട്ടൻ വിചാരിച്ചാലും നന്നായിരിക്കണം. അസലായി. നന്നായിട്ടോ. വരാ. ആ, ഇവരൊക്കെ ശിവന്റെ ബോംബെയിലുള്ള സുഹൃത്തുക്കളാണ്. വലിയ ബിസിനസ്സുകാരാ. ഇത് ശശി, പെണ്ണിന്റെ ഏട്ടൻ. എന്ന് വെച്ചാ ശിവന്റെ അളിയൻ. കുട്ടിക്ക് 2 ബ്രദേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഇത് പപ്പനാഭൻ നായർ, മൂത്ത ഏട്ടൻ. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. വില്ലേജുകളിൽ മാത്രം കാണുന്ന ഒരു സിസ്റ്റമാണ്. നോ ജോബ്, നോ ടെൻഷൻസ്. ലക്കി, വെരി നൈസ്. ഈ കല്യാണത്തിന് എന്തായാലും നഷ്ടം ശങ്കുണിക്ക. അതെന്താ മോനിക്ക? ബ്രോക്കർ കാശ് അല്ലാണ്ടെന്താ? അല്ല, ഇത് ഇവിടെ നിൽക്കുക, അങ്ങോട്ട് കയറിയിരിക്കുക. മുഹൂർത്തത്തിന് നേരായി. അല്ല, ഈ നാദസ്വരക്കാരെയും മേളക്കാരെയും ഒന്നും കണ്ടില്ലല്ലോ. ഇനി ഈ തിരക്കിലിത് മറന്നോ ശശി? ഒന്ന് പോയി നോക്കട്ടെ. അത് നിങ്ങൾ കിടന്ന് വെപ്രാളപ്പെടണ്ട. കാസറ്റാ, നേരെ ആവുമ്പോ ഒന്ന് ഞെക്കിയാ മതി. നാദസ്വരവും പക്കമേളവും ഒക്കെ താനേ വരും. ഞാൻ നോക്കി കാസറ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ, ശശി, ദക്ഷിണ കൊടുക്കാം. നമ്മൾ ആരെങ്കിലും ഒന്നും നിൽക്കണ്ടേ കൂടെ? അതിന് പ്രായ ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അവർക്കറിയില്ലേ. ഏട്ടനെ ഭക്ഷണം വിളമ്പുന്ന ചെന്നാൽ നന്നായിരുന്നു. അവിടെ ഇപ്പൊ തിരക്കോ. ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവർ വേണമല്ലോ അവിടെ. ഒന്ന് ചെല്ലട്ടെ. മാലിട്ടിന് ശേഷമില്ല കാലിട്ട്. കാലിനോട് കൊടുത്തോളൂ. മാറി നിൽക്കണം. തള്ളാതെ 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 തള്ളാതെ. ആ മുഹൂർത്തം ഒന്ന് കഴിഞ്ഞോട്ടെ. ഊണ് അവിടെ വിളമ്പാൻ തുടങ്ങണേ ഉള്ളൂ. നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് മാറി നിന്നാലേ വരന്റെ ആൾക്കാരെ നമുക്ക് ആദ്യം വിടാം. അങ്ങനെ നോക്കിയാ 1:30 ബസ് പോകും. അല്ല, വരന്റെ ആൾക്കാർ ആദ്യം പറഞ്ഞോട്ടെ. ഇവിടെ
പപ്പ നീ ഉണ്ണുന്നില്ലേടാ? ഞാനുണ്ടോളാമേ. ശശി, ആ അലങ്കരിച്ച കാർ എവിടെ? അത് മുന്നിൽ കൊണ്ട് നിർത്തുക. ശശി, വണ്ടി അപ്പുറത്തുണ്ട്, അവിടെ. ഇറങ്ങാൻ നേരാവണം. മുഹൂർത്തം തെറ്റുന്നതിന്റെ മുമ്പ് അവിടെ ചെന്ന് കയറേണ്ടതാ. ഇറങ്ങല്ലേ? ആ, കൂടെ പോവാനുള്ളവരൊക്കെ വണ്ടി ചെന്ന് കയറുക. വേഗം ആവട്ടെ. ഒന്ന് ചെല്ല എന്റെ കുട്ടികളെ. ഏട്ടനത് എവിടെ പോയി കിടക്ക? അയാൾ അവിടെ വിളമ്പണ തിരക്കില്ല. അതൊന്നും ഇനി നോക്കാനില്ല. നേരം തെറ്റുന്നതിന്റെ മുമ്പ് പുറപ്പെട്ടോളൂ. എന്നാ പിന്നെ ഇറങ്ങാൻ ശിവ. കാണോ എനിക്ക്? അല്ല, നാരൂട്ടിക്ക് ഒരു പിടി ഉണ്ണണ്ടേ? ഞാൻ പിന്നെ ഉണ്ടോളാം. തിരക്ക് പറഞ്ഞല്ലോ, കഴിച്ചോളി, ഇലയിട്ടിട്ടുണ്ട്. ശരി, എന്നാ ഞാനും ഇരിക്കാം. ലേശം. ആ, മതി. പപ്പേട്ടാ, അവിടെ ഒരു പുറപ്പെടാൻ നിൽക്കുക. പുറപ്പെടാറായോ? ആരും പറഞ്ഞില്ല. അല്ല നാരൂട്ടിയെ, മുഴുവൻ കഴിച്ചിട്ട് മുഹൂർത്തം തെറ്റണ്ട. പപ്പ വന്നിട്ട് പുറപ്പെടാൻ ശശി. അവിടെ ചെല്ലുമ്പോ മുഹൂർത്തം തെറ്റുവമ്മേ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്കൊന്നും? പപ്പനെ കാത്ത് മുഹൂർത്തം നിൽക്കുവോ? അയാൾ അവിടെ ഒരു ജോലിയില്ല. ഏട്ടൻ ഒരാൾ ഇവിടെ ഇല്ലേ? അതുപോലെ കേറുക. കേറുമോളെ. ഇത്രയും നോക്കി നിന്നെ മുഹൂർത്തം തെറ്റിക്കൂടല്ലോ. പപ്പന്റെ അച്ഛനും ഞാനും ഈ ഉമ്മറത്തിരുന്ന് പല കാര്യങ്ങളും തീരുമാനിച്ചിരുന്നു പണ്ട്. ഇവിടെത്തി അവിടെത്തി. പെൺകുട്ടികൾ വേണം വീടായാലും. നിനക്കും ശശിക്കൊക്കെ കെട്ടിക്കൊണ്ടുവരാൻ പ്രായമായി എന്നല്ല, നീ ആ പ്രായം കടന്നു. എന്തേ? ശരിയാ. നിന്റെ അച്ഛനും ഞാനുമായിട്ട് തമാശയ്ക്കാണെങ്കിലും പണ്ടൊരു വാക്കുണ്ട്, അറിയാവോ? രാധിക ഈ വീട്ടിലേക്ക് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ, അതെന്നെ ആയിരുന്നു ഞങ്ങള് ലോഹക്കാർ തമ്മിലുള്ള വാക്കും. അമ്മയില്ലാത്ത അവൾക്ക് ഒരമ്മ തന്നെയാണ് നിന്റെ അമ്മ. രണ്ടാളുടെ ഒരുമിച്ച് അങ്ങനെ നടത്തുക. അതിന് പുറത്തുനിന്നൊരു പെൺകുട്ടിനെ കൂടി നോക്കാൻ ഞാൻ ആ ബ്രോക്കർ ശങ്കുനോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കാണ്ട് തന്നെ. എന്നോട് ചോദിക്കാൻ എന്താ? അച്ഛനൊത്ത ആളായിട്ട് തന്നെയാ എന്നും കണ്ടിട്ടില്ലേ. ഇനി ലക്ഷ്മി അമ്മയ്ക്ക് ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്കെന്താ ആലോചിക്കാനാ? ഒക്കെ നിങ്ങളായിട്ട് തീരുമാനിക്കുക. എന്നാ ശങ്കുണ്ണി നിന്നെ ഒന്ന് കാണും. ശരി. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച പോലെ. എന്നാ ഇറങ്ങട്ടെ. കൊല്ലം വാരിക്കളഞ്ഞില്ലെങ്കിൽ ഒരു ഉപകാരത്തിന് കൊള്ളില്ല. എന്തിനും ഞാൻ ചാടി ഇറങ്ങും, ഇല്ലെങ്കിൽ ഇക്കോലത്തിൽ കിടക്കും. അതെ അതെ. അങ്ങേക്ക് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിക്കൂടെ? നനഞ്ഞാൽ അലിഞ്ഞു പോകുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ട് മറിച്ചേനെ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ചൂടുവെള്ളം കണ്ടാൽ എന്തായാലും പേടിക്കുമല്ലോ. വെറുതെ കണ്ട പൂച്ചയുടെ കാര്യത്തിലേക്ക് ഇടപെട്ട് എന്തിനാ എന്റെ ശങ്കുണ്ണിയെ? നിക്കിവിടെ പണിയുണ്ട്. അല്ല, അന്നൊരു അബദ്ധത്തിൽ പെട്ടതാ. ഇതങ്ങനെ ആവരുത്. അടി പാഴ്സൽ വരും. വാ വന്നേ. എങ്ങനുണ്ട്? ഇത് പ്രമീള. സ്ഥലം എന്ന് വെച്ചാ നല്ല ഐശ്വര്യമുള്ള സ്ഥല. വളാഞ്ചേരി.
കുടുംബം എന്ന് പറഞ്ഞാ നല്ല അസല് കുടുംബം. പിന്നെ ഇതൊക്കെ കൊണ്ടങ്ങോട്ട് ചെന്നാലേ ആട്ടും ശശി. അതൊക്കെ വലിയ കേസ്. ശശിന്റെ കാര്യം വിട്. പപ്പേട്ടൻ എന്തു തോന്നുന്നു? നിക്ക് തോന്നിയത് തന്നെയാ ഇപ്പൊ പറഞ്ഞത്. അതെ, കല്യാണക്കാരി അന്വേഷിച്ച് ചെല്ലുമ്പോ ചെക്കൻ എന്താ ജോലി, ഏർപ്പാട് എന്നൊക്കെയാ ചോദ്യം. നമുക്കിപ്പോ എന്താ ഒന്ന് പറയാനുള്ളേ? അച്ഛനെ പറയാം, തറവാടും പറയാം, അല്ലാതെന്താ? ബിസിനസ് എന്ന് പറയണം. ഇന്നാട്ടിലെ എണ്ണം പറഞ്ഞൊരു ബിസിനസ്സുകാരനല്ലടോ എന്റെ അനിയൻ. അനിയന് ബിസിനസ്സും പണവും ഉണ്ടെന്ന് വിചാരിച്ച് ഏട്ടൻ ആരെങ്കിലും പെണ്ണു കൊടുക്കുവോ പപ്പേട്ട? ശങ്കുണ്ണി നായർ എന്താ ഈ പറഞ്ഞു വരണത്? എന്നെ ഇട്ട് ചുറ്റിക്കരുത്. ഇത് തന്നെ ഇപ്പൊ ഓടി ഒപ്പിച്ചതാ. പപ്പേട്ടന്റെ ഇന്നത്തെ നിലയ്ക്ക് ഇതൊക്കെ ചേരും. അത് ശരി, നിക്ക് പെണ്ണന്വേഷിക്ക. എന്നെ കുറിച്ചാണെങ്കി ഈ പറഞ്ഞതൊക്കെ ശരിയാ. ഒരാളും അത്ര പെട്ടെന്ന് പെണ്ണ് തരില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം ഞാൻ നേരത്തെ കണ്ട് ഏർപ്പാടാക്കി വെച്ചത്. എടോ പൊട്ട, ശശിക്ക് ഒരു പെണ്ണന്വേഷിക്കാനാ അധികാരി തന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് അധികാരി പിന്നെയും പിന്നെയും എടുത്തെടുത്ത് പറഞ്ഞാണല്ലോ ശശിയുടെ കൂടെ നടത്തേണ്ടിയിട്ടാണ് പത്മനാഭൻ നായർക്ക് ചേരുന്ന ഒന്നെന്ന്. എന്തു വെച്ചാ അധികാരി അങ്ങനെ പറഞ്ഞേ? എനിക്ക് തെറ്റിയോ? അധികാരിക്ക് തെറ്റിയോ? അതോ പപ്പേട്ടന് തെറ്റിയോ? നമുക്ക് രണ്ടാൾക്ക് തെറ്റിയതെന്ന് തോന്നുന്നു പപ്പേട്ട. എന്തൊക്കെയോ നടക്കണു നമുക്ക് ചുറ്റും, നമ്മൾ അറിയാതെ. ആരാ നമുക്കിടയില്? ആരാ വരാൻ? ഒക്കെ ലാഭത്തിലേ നിൽക്കും അച്ഛന്റെ കണക്കുകള്. അറിയാലോ അച്ഛന്റെ സ്വഭാവം. എന്തോ ഒന്ന് പറയാൻ ബാക്കിയുണ്ടല്ലോ നിനക്കെന്നോട് ഇപ്പോഴും. എനിക്കെന്താ പറയാൻ ബാക്കി? പണ്ടെന്നും പറഞ്ഞു തന്നെയുള്ളൂ. പക്ഷേ ആരൊക്കെയോ എന്തൊക്കെയോ. ശശിയേട്ടനിങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയില്ല. ശശിക്കുട്ടനോ? അച്ഛനോട് ആവശ്യപ്പെട്ടത് ശശിയേട്ടനത്രേ. അപ്പൊ അതെല്ലാള് പറഞ്ഞതൊക്കെ അച്ഛനൊക്കെ ഉറപ്പിക്കുമെന്ന് എന്റെ പേടി. എന്റെ ശശിക്കുട്ടന് അങ്ങനെ ഒരു ആഗ്രഹോ? ഓ, എന്തൊക്കെയാണ് എന്റെ ഈശ്വരന്മാരെ. സത്യാവല്ലേ? ഒരിക്കലും സത്യാവല്ലേ? എനിക്ക് പേടിയാവണു പപ്പേട്ട. എന്താ നമ്മൾ ചെയ്യണ്ടേ? പപ്പേട്ടന് പറഞ്ഞു ഒരു ശശിയേട്ടനോട് അരുതെന്ന്. പറഞ്ഞൂടെ പപ്പേട്ട? പറയാം. ലോകത്ത് ആരോട് വേണമെങ്കിലും പറയാം. സർവ്വ ഈശ്വരന്മാരോടും പറയാം. പക്ഷേ എന്റെ ശശിക്കുട്ടൻ ആശിച്ചു പോയെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? എന്നാ എപ്പോഴാന്നൊന്നും അറിയില്ല. മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിയിട്ട് കാലം കുറയായി. ഏട്ടനോടും അമ്മയോടും പറയാഞ്ഞത് ഒരു ജോലിയും കൂലിയില്ലാതെ ഭാസ്കര മാമ തരില്ലാന്ന് അറിയണോണ്ട് തന്നെയാ. നേരാ, ഭാസ്കര മാമ അത് മാത്രമേ നോക്കൂ. ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണമെന്ന് വിചാരിച്ചതും അവളെ കൂടെ ആശിച്ചിട്ടാ. ഒരുപാട് ആശിച്ചുപോയി അല്ലേ ശശികുട്ട? എന്തേ? ഏയ് ഒന്നുമില്ല. മനസ്സല്ലേ, ആശിച്ച പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ വല്ലാതെ വേദനിക്കും. വല്ലാതെ. പ്രത്യേകിച്ച് ഒരുപാട് ആശിച്ചൊരു പെണ്ണിനെയൊക്കെ കിട്ടാതെ പോവാന്ന് പറഞ്ഞ എങ്ങനെ സഹിക്കുക? അതുകൊണ്ടാ ഭാസ്കര മാമയോട് ഞാൻ തന്നെ. നന്നായി. അവളാച്ച പാവ, നല്ലൊരു നിലയ്ക്ക് എത്തേണ്ടവള് തന്നെയാ. ഇത് തന്നെയാ നന്നായത്. നിന്റെ കൂടാവുമ്പോ പിന്നെ ഇന്ന് ഈശ്വരൻ സഹായിച്ചിട്ട് ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കാൻ പറ്റും.
അത് തന്നെയല്ലേ വേണ്ടത്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഏട്ടന് ചിലപ്പോ ഇഷ്ടാവൂലെന്ന്. ആ, നിന്റെ ഇഷ്ടത്തിനപ്പുറത്ത് ഏട്ടനൊരു ഇഷ്ടം ചെറുപ്പം തൊട്ട്. ഇങ്ങനൊരു ബന്ധം നമ്മുടെ അച്ഛനും ഇഷ്ടാവില്ല ഏട്ടാ. രാധിക ഈ വീട്ടിലേക്ക് വരണമെന്ന് അച്ഛൻ ഒരുപാട് ആശിച്ചിരുന്നു എന്നല്ലേ അമ്മ പറയാറ്. ഇഷ്ടാവും, അച്ഛനും ഇഷ്ടാവും. പിന്നെ ഒന്നും അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോണ്ട. അപ്പോ ഏട്ടന്റെ കല്യാണക്കാര്യം അത് നോക്കണുണ്ട്. ഒത്തുവരണ്ടേ? നീ പോയി കിടന്നോളൂ. പപ്പേട്ട നോക്കി നോക്കിയിരുന്നു, വന്നില്ല പപ്പേട്ടൻ. ഇനി ഞാനവിടെ. നീ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ശശിയേട്ടനോട് പറഞ്ഞില്ലേ, നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്. കുടുംബത്തിന് തീരെഴുതി പോയതാ എന്റെ ജീവിതം. കുട്ടിക്കാലത്തൊരു മിഠായിക്കോ കളിപ്പാട്ടത്തിനോ ശശിക്കുട്ടൻ വാശി പിടിച്ച കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഇത്രയും പോറ്റി വളർത്തിയിട്ട് അവന്റെ ഒരു ആശയുടെ വഴിയില് വിലങ്ങതിരിയായി നിൽക്കുന്ന ഏട്ടനാവണിലും നല്ലത്. മരിക്കണത് എനിക്ക്. അപ്പൊ ഞാൻ ഈ വേദന അതെന്നും ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന. സുഖവും സൗകര്യങ്ങളും നല്ല വീടും കാറും വർണ്ണക്കുപ്പായങ്ങളും ഒന്നും ഉണ്ടാവില്ല പത്മനാഭന്റെ ജീവിതത്തിൽ. ഇഷ്ടത്തിന്റെ ആവേശങ്ങൾ കെട്ടടങ്ങുമ്പോ തെറ്റായിരുന്നു എന്ന് തോന്നും തീരുമാനങ്ങളൊക്കെ. കാലം കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു എന്ന് മനസ്സിലാവും. ഞാനും എൻ്റെ സ്നേഹവും മറന്നേ പറ്റൂ. ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്ത പോലെ മറന്നേ പറ്റൂ. പപ്പേട്ടൻ എന്നും പപ്പേട്ടന്റെ മനസ്സിലാ ജീവിച്ചത്. അറിഞ്ഞില്ല, എന്റെ മനസ്സൊട്ടും അറിഞ്ഞില്ല. അതാ ശരി. നിന്റെയല്ല, എന്റെ കുറ്റം കാണുക. വെറുക്കാൻ പറ്റും, വെറുത്താ മതി, പിന്നെ മറക്കാൻ എളുപ്പ. പറഞ്ഞു പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്ക പപ്പേട്ടൻ. ഒരിക്കലുമല്ല, വിധിയാന്ന് മനസ്സിലാക്കും. നിന്നു കൊടുക്കുക. ഇതൊന്ന് തീർന്നു വിടുന്ന് പോകുവോളം ഇങ്ങനെ നിന്നു കൊടുക്കുക. പപ്പേട്ടന്റെ ജീവിതം അതാ പഠിപ്പിച്ചത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ തീരുമാനിച്ചത്. ഒരു പപ്പേട്ടൻ ഉണ്ടാവാൻ പാടില്ല നിന്റെ മനസ്സിൽ. മറന്നേക്കുക. പപ്പ, ഉറക്കം വരണില്ലേ നിനക്ക്? ഞാന് കിടന്നിട്ട് അമ്മ ഉറങ്ങിയില്ലേ? നിന്റെ അമ്മയാ ഞാൻ. ആർക്ക് മനസ്സിലായില്ലേലും പെറ്റതല്ലേ അറിയാതെ പോവില്ല മക്കളുടെ മനസ്സ്. നീ പറയാറില്ലേ അച്ഛനോട് മറുപടി പറയേണ്ടി വരുന്ന. നിന്റെ കാര്യത്തില് അത് ഞാൻ പറയേണ്ടി വരും. ഏത് തീയാ നിന്റെ ഉള്ളില്, എനിക്കതറിയണം. ഇവിടെ ഒരു കല്യാണവും വേണ്ട, ആഘോഷവും വേണ്ട. എന്റെ മോന്റെ ഉള്ളൊരുക്കിയിട്ട്. അമ്മ ഇതെന്തൊക്കെയാ പറയണേ? കുട്ടിക്കാലത്ത് ആര് കാണിക്കണ വികൃതിക്കും നിനക്കായിരുന്നു എന്റെ കൈകൊണ്ട്. ഇത്രയും വളർന്നിട്ടും അമ്മയ്ക്ക് അങ്ങനെ പറ്റിയ. അച്ഛനല്ല, ഈശ്വരന്റെ അമ്മയോട് പൊറുക്കില്ല മോനെ. ശശിയുടെയും രാധികയുടെയും കല്യാണം നടക്കാൻ പാടില്ലാത്തതാണോ? നിങ്ങൾ തമ്മില് എന്തേലും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മേ, ഇതെന്താ ഇങ്ങനെയൊക്കെ? ശശികുട്ടൻ കെട്ടാൻ പോണ പെണ്ണാവുള്ളു. കെട്ടാൻ പോണല്ലേ ഉള്ളൂ. എനിക്കറിയേണ്ടത് നിന്റെ മനസ്സില്
ഞാൻ പറയണത് അമ്മയൊന്ന് കേക്ക്. എല്ലാവരും എല്ലാം നിശ്ചയിച്ചുറച്ചു. അവന്റെ മനസ്സിലും ഇന്നിപ്പോ അവള് മാത്ര. നാളെ അവനെ വിളിച്ച് അമ്മ പറയോ അവളെ കെട്ടണ്ടെന്ന്? പറയാൻ പറ്റുമോ? അതോടെ ഈ വീടും കുടുംബവും മൂലക്കല്ലിളകി കീഴ്മേൽ മറയണത് കാണണോ അമ്മയ്ക്ക്? അമ്മ പെറ്റ മക്കൾ രണ്ടും ഒരു പെണ്ണിന്റെ പേരിൽ തമ്മിൽ കടിച്ചു കീറിന്ന് അങ്ങാടിയിലുള്ളവർക്ക് പാടാൻ പാട്ടുണ്ടാക്കി കൊടുക്കണോ വടക്കെടുത്തുനിന്ന്? എനിക്കിപ്പോ അങ്ങനെ ഒന്നുമില്ലെന്ന് എന്റെ അച്ഛനെ സത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്റെ അമ്മ അത് കേട്ട് വിശ്വസിക്കുക. ഇക്കാര്യം ഇന്ന് രാത്രി പറഞ്ഞു തീർന്നു എന്നല്ലാതെ നാളെ ആരെങ്കിലും ഒന്നും മിണ്ടിയെന്ന് കേട്ടാ പിന്നെ ഈ പപ്പനെ കാണില്ല. ഒരു കുടുംബം ഇത്. കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ച് മരിച്ചുപോയ വിശ്വനാഥൻ നായരുടെ കുടുംബം. അമ്മയ്ക്ക് പറയാൻ എന്നോട്, നിക്ക് പറയാൻ എൻ്റെ അമ്മയോട്. അതിനപ്പുറത്തേക്ക് നാളെ ഒരാൾ കാര്യം പറയരുത്. ആരോടും എനിക്കൊന്നുമില്ല. അമ്മ പോയി കിടന്നോളൂ. ഞാൻ പുതിയ വീട് വാങ്ങിയതറിഞ്ഞിട്ട് ഏട്ടൻ അവിടെ നിന്ന് വരുവോ കാണുകയോ ചെയ്തിട്ടില്ല. ഇപ്പോ അവിടെ താമസിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടും നമുക്കെല്ലാവർക്കും താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ആ വീട്ടില്. ഏട്ടനും കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നാ എനിക്കൊരു സന്തോഷാവില്ലേ? അതൊന്നും സാരമില്ല. സന്ധ്യയ്ക്ക് അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ഒരു വിളക്ക് വെക്കണ്ടേ ഇവിടെ? ഞാനും കൂടി ഇല്ല അച്ഛ. അത് വേണ്ട ശശികുട്ട. മോനെ, നീ ഇവിടെ ഒറ്റയ്ക്ക്. അമ്മയ്ക്ക് പോവാൻ മനസ്സ് വരണില്ല മോനെ. ഇതാപ്പ നന്നായി. അമ്മ കുറച്ചു ദിവസം എന്തായാലും അവിടെ ചെന്ന് നിൽക്കേണ്ടത് തന്നെ. പിന്നെ അച്ഛമ്മ ഒറ്റയ്ക്ക് ഇവിടെ തന്നെയല്ല. അതാണ് അതിന്റെ ഒരു ഐശ്വര്യം. കണക്ക് ബുക്കും താക്കോലും ഒന്നും തപ്പിത്തെരയാൻ നിൽക്കണ്ട. അലമാരയിലുണ്ട്. ഇനി എന്തിനാ അമ്മ കണക്ക്? മോനെ പപ്പ, പൈസ അച്ഛമ്മയുടെ കാൽപ്പട്ടിയിലുണ്ട് കേട്ടോ. പോയിട്ട് വരാം. ഒക്കെ ഞാൻ നോക്കിക്കോളാം. നേരം വൈകണ്ട. ഇറങ്ങിക്കോളൂ. പോയിട്ട് വരട്ടെ. ഓ ഏട്ടാ, നല്ലതേ വരൂ. ശരി ശരി. മതി അമ്മേ. ഇതുകൂടെ കഴിക്കൂ എന്റെ കുട്ടിയെ. ഒരു പിടിയല്ലേ ഉള്ളൂ. വയറ് പൊട്ടാറായി. സാരില്ല, വായ തുറക്കൂ. ഇന്ന് പകൽപൂരത്തിന് വടക്കേലെ ഓമനക്കുട്ടേട്ടൻ ആനപ്പുറത്ത് കയറിത്രേ. ഗമയിലുള്ള ഇരിപ്പൊന്ന് കാണണ്ടായിരുന്നു. നീ ഇതൊക്കെ എങ്ങനെയാ അറിയണേ? മണികണ്ഠന്റെ വിസ്താരല്ലേ, കേട്ട കൊതിയാവും. അപ്പൊ വെടിക്കെട്ടിന് മുമ്പിലുണ്ടാവും. പപ്പൻ ഇത്തവണ കാവിലേക്ക് പോയിട്ടേ ഉണ്ടാവില്ല.
പൂരത്തിന് മുമ്പിൽ ഇറങ്ങാറുള്ള കുട്ടിയാ. പാവം പപ്പേട്ടൻ തിരിവെക്കണ കണ്ടു സന്ധ്യക്ക് ഒറ്റയ്ക്കിങ്ങനെ. എന്ന് തുടങ്ങിയ ബന്ധപ്പാടാ കുട്ടിയുടെ. സഹിച്ച് ഇല്ലാണ്ടായി. എന്നാലും ഇങ്ങനൊരു വിധിയെ. ഒന്നും കഴിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പഠിക്കൽ പോയി നോക്കാം. ആരെങ്കിലും വന്നു വെച്ചാ കൊടുത്തു വിടായിരുന്നു. അമ്മേ 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 സുമന്തരുമേറിയോ അന്തശുചാചെന്ന് അയോധ്യപുകീടിനാൻ വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥം ചുറ്റിറ്റു വീണും തുടച്ചും ഹസ്തേരും പുറത്തു ഭാഗത്തു നിപ്പിച്ചെന്നു ധീരതയോടു ഉടനെ വണങ്ങിനാൻ. ഹരീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ. അതൊന്നും ഇനി കാക്കണ്ട. നല്ല കാലത്ത് നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിച്ച് കണ്ണി കണ്ട ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോന്നില്ലേ? നടക്കും കാലത്ത് കുരുത്തക്കേട്, കിടക്കും കാലത്ത് കൂട്ടിനൂരെന്നാ. മരിച്ച മയ്യത്തിനോടും മനുഷ്യർക്ക് പകയും വിരോധം. എന്നാ പിന്നെ വച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. ഒന്നുള്ളതാണെങ്കിൽ പെൺകുട്ടികൾക്ക് ക്രമം ചെയ്യാൻ ആ നിലയ്ക്ക് ആരാ ചെയ്യാ? ഞാൻ ചെയ്തോളാം കർമ്മം. ബന്ധുക്കൾ തന്നെ വേണമെന്നില്ലല്ലോ. വെറുപ്പുള്ള കൈകൊണ്ടാകരുന്നേ ഉള്ളൂ. ഓർമ്മ വെച്ച് നാളെ തൊട്ട് കാണുന്നതാ. എന്റെ അമ്മേനെ പോലെ തന്നെ. കർമ്മം ഞാൻ ചെയ്തോളാം. മണിക്കുട്ടി, മണിക്കുട്ടി വാ, താഴേക്ക് വാ. അമ്മേനെ കണ്ടേ നിനക്ക്. ഇപ്പൊ കണ്ടില്ലെങ്കിൽ പിന്നെ വരൂ കുട്ടി. വേണ്ട, ഈ ജനലിലൂടെയാ ഞാനെല്ലാം കാണുന്ന. ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുന്നവരിടത്ത് അമ്മേനെ
ഞാൻ ഇറങ്ങാ. ഇപ്പൊ പോയ 6:15 വണ്ടി കിട്ടും. എന്നാ തന്നെ കുറ്റിപ്പുറത്തെത്താൻ വൈകും. കുഞ്ഞുട്ടി 2 ഊണ് പോഞ്ഞോളൂ. നമസ്തേ. ഓ ഒരു 2ആയിട്ടല്ലേ പാപ്പേട്ടാ? അങ്ങനെയാണല്ലോ കുറെ ദിവസമായിട്ട് ഇവിടുന്ന് വാങ്ങണത്. പിന്നെ എന്തൊരു സംശയം? ഇനിയിപ്പോ എന്തിനാ 2ആയിട്ട് പൊതിയണേ? പായൊന്നാണ് ഈ പാത്രം ഒന്നാക്കിക്കൂടെ? മനസ്സിലെ കുഷ്ഠം പപ്പന്റെ മുഖത്ത് വെച്ച് ഉരയ്ക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഞാനല്ലേ പറഞ്ഞത് മാറാൻ. എന്താ ഇത്? തോന്നിയ ദിവസം പറഞ്ഞ അന്ന് ആവിയ മുറിക്കും. മനസ്സിലായിക്കോ? കുറച്ച് കാപ്പി തരട്ടെ നിനക്ക്? ഇന്ന് നമ്മൾ പട്ടിണി കേട്ടോ. ആ കടയിൽ ഊണ് തീർന്നു. കുടിക്ക്. പപ്പേട്ടന്റെ മേലെന്താ ചെളി മണ്ണൊക്കെ? അതൊന്നുമില്ല. നമ്മുടെ നാടല്ലേ, മനുഷ്യന്മാരുടെ ഓരോ തമാശ. എല്ലാ തമാശയ്ക്കും നമ്മളെ ചിരിച്ചോളന്നില്ലല്ലോ. പപ്പേട്ട ഒക്കെ മനസ്സിലാവണുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയാ പപ്പേട്ടൻ. നീ വേണ്ടാത്ത ഓരോന്ന്. ഇത് കുടിക്ക്. എന്നും എന്തെങ്കിലുമൊക്കെ സഹിക്കാൻ വേണം പപ്പന്റെ ജീവിതത്തില്. ഇനി അത് നീയാണെങ്കിൽ ദൈവത്തിന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊള്ളാം. എന്താണ്ടായത്? വടക്കേടത്തെ മുറ്റത്ത് തോറ്റെങ്കില് ഇനി അതെവിടെയാവാം. വേണ്ട, ഇനി പപ്പേട്ടനെ എവിടെയും തോറ്റുവിടാ. ഞാനൊന്ന് ജയിക്കട്ടെ ഇവിടെയെങ്കിലും. പപ്പേട്ടൻ ഒരു ചരട് കെട്ടട്ടെ നിന്റെ കഴുത്തില്. വേണ്ട, അത് വേണ്ട. വേണ്ട പപ്പേട്ട, ആർക്കും വേണ്ട തന്നെ. എനിക്ക് വേണം. പപ്പന്റെ മനസ്സും സ്നേഹവും മനസ്സിലാക്കാതെ വലിച്ചെറിഞ്ഞ് തോൽപ്പിച്ചു പോയ എല്ലാരെയും ജയിക്കാൻ. ജീവിക്കാൻ സമ്മതിക്കാത്ത ലോകത്തിന് ജീവിച്ചൊന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേണം എന്റെ പണിക്കുട്ടിയെ. മനസ്സ് നിറയെ മതിയാവോടെ സ്നേഹിക്കാൻ എനിക്ക് വേണം എന്റെ പണിക്കുട്ടിയെ. വേണ്ടെന്ന് പറയൂ, പറയൂ മണിക്കുട്ടി. വടക്കേടത്തെ തറവാടിന്റെ അന്തസ് 100 വട്ടം പറയായിരുന്നല്ലോ ഏട്ടൻ. തലയുർത്തി നടക്കാൻ വയ്യണ്ടേ? എന്തൊക്കെയാ ശശി നീ പറയണേ? അമ്മ മിണ്ടരുത്. ഈ ശിവൻ അമ്മൂനെ കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ഏട്ടന് നെല്ലിപ്പറമ്പത്താർ വടക്കേടത്തെ ആശ്രിതരായിരുന്നു എന്നാ കുറ്റം. ഇതപ്പോ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന തള്ളയുടെ മോളാ. അതിനച്ഛ കൈയും കാലുമില്ല. അവിടുത്തെ കാവല് കിടക്കലും അങ്ങാടി തല്ലുണ്ടാക്കലും ഓരോരോ കഥകൾ കേട്ടിട്ട് മേലിന്ന് തൊലി പൊളിയ. ഭ്രാന്ത്, എന്നെ തോപ്പിക്കാനുള്ള ഭ്രാന്ത്. നിങ്ങൾക്കൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള കാര്യമല്ല ഇത്.
ചീപ്പനസ്. വന്ന പേരുദോഷമൊക്കെ മറക്കാം. തിരുത്താൻ ഇനിയുണ്ട് സമയം. അമ്മേ, വലിയേട്ടൻ. എന്തൊക്കെയാ മോനെ ഈ കേക്കണേ? കേൾക്കണതൊക്കെ സത്യമാണമ്മേ. ഇനി ആർക്കും ഒന്നും പറയാൻ ഇടം കൊടുക്കണില്ല. മണിക്കുട്ടിയെ ഒരു താലി കെട്ടി വടക്കേടത്തേക്ക് കൊണ്ടുപോവുക. നിനക്കിതെന്തു പറ്റി പപ്പ? പറ്റി അച്ഛമ്മേ. തിരിഞ്ഞു നോക്കുമ്പോ പറ്റിയതൊക്കെയും തെറ്റുകൾ തന്നെയാ. അക്കൂട്ടത്തിലേക്ക് ഒരു തെറ്റും കൂടെ. എല്ലാത്തിനും ന്യായം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കണം കൂടി ഓർത്താ നന്നായിരുന്നു. എന്നും ഏട്ടന്റെ വിവരക്കേടും തെറ്റുകളും ഒക്കെ ക്ഷമിച്ച നിങ്ങളൊക്കെ ഇതും കൂടെ ക്ഷമിച്ചേക്കുക. പപ്പേട്ട, ഇതൊക്കെ വാശിയാ. പകരം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ചാൽ നല്ല അന്തസ്സുള്ള കുടുംബത്തിന് പപ്പേട്ടനൊരു വിവാഹം, അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഏർപ്പാട് ചെയ്യാം. നന്ദിയുണ്ട്. പപ്പേട്ടന്റെ നല്ലതിനു വേണ്ടി ചിന്തിച്ചല്ലോ, സന്തോഷമുണ്ട്. പക്ഷേ ഈ പപ്പേട്ടനുണ്ടല്ലോ ഒരു ചെറിയ മനസ്സ്. ആ മനസ്സിന്റെ തീരുമാനം തെറ്റായിരിക്കാം. നാളെ രാവിലെ 10:00 തരക്കേടില്ലാത്തൊരു മുഹൂർത്തമുണ്ട്. വലിയ ആളും ബഹളവും ആർഭാടങ്ങളും ഒന്നും ഇല്ലാത്തൊരു ചടങ്ങ്. അമ്മ വരണം, അനുഗ്രഹിക്കണം. അമ്മ കരയരുത്. ചിരിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞ് അനുഗ്രഹിക്കേണ്ട നേരത്ത് എന്റെ അമ്മ കരയരുത്. കഴിച്ചുപോയി, എങ്ങനെയോ വഴിപഴച്ചുപോയി. ഓർക്കണം, ഈ കാലുകൊണ്ടെങ്കിലും ഒരു അനുഗ്രഹം. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ തെറ്റുകൾ എൻ്റെ മോൾക്ക് പറ്റുമ്പോ വല്യേട്ടൻ പറയായിരുന്നു അരുതെന്ന്. ഇപ്പോ വല്യേട്ടൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുക. പിണങ്ങരുത് എൻ്റെ മോള്. ആ, കയ്യിൽ നിലവിളക്ക് കൊടുത്ത് മണിക്കുട്ടിയെ വടക്കേടത്തേക്ക് കയറ്റാൻ അവകാശം നിനക്ക്. വരണം. നിങ്ങളുടെ അന്തസ്സിന് ചേരില്ല എന്നറിയാം. വരാനും മടിയുണ്ടാവും. കുട്ടിക്കാലത്ത് പപ്പേട്ടാന്ന് വിളിച്ചിരുന്നല്ലോ നീയും. ആ പപ്പേട്ടന് മനസ്സുകൊണ്ടൊരു അനുഗ്രഹം അത്രേ വേണ്ടൂ. ശശികുട്ട, ഇങ്ങനൊരു ഏട്ടനില്ലാന്ന് വിചാരിച്ചോളൂ. ഏതോ ആരുടെ ഒരു കല്യാണം, അവിടെ എവിടെയെങ്കിലും ഒന്ന് വന്നു നിന്നാല് അച്ഛൻ ഓർത്തോളും എന്റെ മക്കൾ എപ്പോഴും ഒന്നിച്ചുണ്ടെന്ന്.
എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട. അല്ല അത് കൂടേണ്ടവരൊക്കെ ഇവിടെയുണ്ട്. ബാക്കിയുള്ളൊരു നായരൂട്ടരെ മനസ്സിലും ഇല്ലേ. വൈകിക്കണ്ട. പപ്പേട്ട, അമ്മ. അവിടെ ആരും അറിയണ്ട പോന്നെ. വൈകില്ലല്ലോ. നമുക്ക് വേറൊന്നും തരാനില്ല അമ്മയുടെ കയ്യിൽ. മണിക്കുട്ടിയുടെ തന്നെ കൈകൊണ്ട് ആ ജനാലയം തുറന്നേ. ദാ അവിടേക്കൊന്ന് നോക്കൂ, എന്താ കാണുന്നു? പടിപ്പുര. ശശി, എത്രയും വേഗം നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ബോംബെയിൽ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്തു. സർവ്വരേഖകളും പൊക്കിയിരിക്കുകയാണ്. ഏത് നിമിഷവും നമ്മളെ അറസ്റ്റ് ചെയ്യും. ശിവ, എന്തൊക്കെ നീ പറയണേ? ഒരു കെട്ട് പൊട്ടിയാൽ പിന്നെ എല്ലാം പൊട്ടും, തകരും. തകർന്നിരിക്കുന്നു. നിന്ന് നേരം കളയാതെ സ്ഥലം വിടാൻ നോക്ക്. മുങ്ങുക, വേറെ വഴിയില്ല. എന്ത് ഒളിച്ചോടാനോ? അപ്പൊ നമ്മുടെ കുടുംബം? അത് ഈ ബിസിനസിന്റെ ഒരു ഫേറ്റ്. ശശി, ഇത്തരം ഘട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുക. ശിവ, എന്റെ പെങ്ങളുണ്ടാ നിന്റെ കൂടെ.
അവളുടെ ജീവിതം. അതൊക്കെ പിന്നെ ഉണ്ടായത്. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് മടങ്ങുന്നു. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്റെ കൂടെ വരാം. എനിക്ക് പോയേ മതിയാവും. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എന്റെ കുടുംബം സർവ്വം തകർത്തിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതം? എനിക്ക് പോകാനും എനിക്ക് ജീവിക്കാനും ഒക്കെ വേറൊരാളുടെ സമ്മതം. വയറു നിറച്ച് ഒരു നേരത്തെ ആഹാരം സ്വപ്നം കണ്ടിരുന്ന കുട്ടിക്കാലം അറിയോ നിനക്ക്? കടം വന്ന് അപമാനം സഹിക്കാതെ പുഴയിൽ ചാടിച്ചത്ത അച്ഛനും അമ്മയും ഇന്നും ശിവന്റെ മനസ്സിലുണ്ട്. അന്ന് ആ പുഴക്കരയിൽ കർക്കിടകത്തിലെ പെരുമഴയത്ത് ഒരു പകല് മുഴുവൻ നിന്ന് കരഞ്ഞവനാ ശിവൻകുട്ടി. ആരും കണ്ടിരുന്നില്ല എന്റെ കണ്ണീര്. ഒരു പിടി ചോറിന് വേണ്ടി കരഞ്ഞു വിളിച്ചപ്പോ കാറിത്തുപ്പുന്ന മുഖങ്ങളായിരുന്നു മുന്നിൽ. ജീവിതത്തിന്റെ മുമ്പിൽ കണ്ണു മിഴിച്ചു നിൽക്കാൻ മാത്രമാണ് വിധിയെന്ന് മനസ്സിലാക്കിയപ്പോ നടന്നു തുടങ്ങിയതാ. വഴി കാണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കണ്ടതൊക്കെ വഴി, അതിലൂടെയൊക്കെ ഒറ്റയ്ക്ക്. അതിവിടം കൊണ്ട് അവസാനിപ്പിക്കാനോ കുടുംബം അവമാനം എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ മുന്നിൽ ഇനി ഒരിക്കൽ കൂടി തോറ്റുകൊടുക്കാനോ ശിവനെ കിട്ടില്ല. വടക്കേടത്ത് ഒരു പിടി ചോറിന്റെ നന്ദി ഇപ്പോഴും മനസ്സിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് വിളിക്കുകയാണ്. വരുന്നെങ്കിൽ വരാം, ഇല്ലേ എന്റെ വഴി മുടക്കരുത്. ഞാൻ പോവും. ഇതും കൂടെ മതിയാ. നായരുട്ടിയെ, മൊയ്തീനിക്കാൻ തോന്നുന്നു. നായരുട്ടിയെ, എന്താ മൊയ്തീനിക്ക? അല്ല, അത് പുറത്ത് അങ്ങാടിയിൽ ഒരു കരഞ്ഞൂസ്. എന്താപ്പ അതിന്റെ സത്യാവസ്ഥ എന്ന് പടച്ചോന് മാത്രം അറിയാം. എന്താ ഉണ്ടായേ? ഇങ്ങള് ബേജാറ് കൂട്ടരുത്. എന്തൊക്കെയൊന്നും നടന്നിട്ടുണ്ട്. ശിവന്റെ ബോംബെയിലെ ഓഫീസിലെന്തോ പോലീസും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ശിവൻ സ്ഥലം വിട്ടെന്ന് കേൾക്കണം. കാലക്കേടിന് കണ്ണും മൂക്കും ഇല്ലാന്നാ. നേരിടണം, നമ്മക്ക് കരളുറപ്പുണ്ടാവണം. ശശിനെ പോലീസ് കൊണ്ടുപോണത് കണ്ടൂരുണ്ട്. ഈശ്വര, ഇല്ല, അങ്ങനൊന്നും വെറുതെയാ. അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല, അല്ലേ മൊയ്തീനിക്ക? ഒന്നുമില്ലാണ്ടിരിക്കാൻ പടച്ചോനോട് പറയും. എന്തായാലും നിങ്ങൾ അകത്തൊന്ന് പറഞ്ഞിട്ട് വരും. നമുക്കൊന്ന് പോയി നോക്കാം. പത്മനാഭൻ നായരെ, ഈ കുഴപ്പങ്ങളൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല. ഞാൻ ശരിക്കും അന്വേഷിച്ചപ്പോ രണ്ടാളുടെയും വീടും ഇവിടുള്ള മറ്റു പ്രോപ്പർട്ടീസും ഒക്കെ നേരത്തെ തന്നെ പണയപ്പെടുത്തി കഴിഞ്ഞു. എന്നുവെച്ചാ ഇത് നേരത്തെ തന്നെ ഒരു പൊളിഞ്ഞ കപ്പല. പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. ബോംബെയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒക്കെ ചിലരൊക്കെ അന്വേഷിച്ചു വരാറുണ്ടായിരുന്നെന്നാ ഓഫീസ് സ്റ്റാഫ് പറയണത്. സത്യത്തിൽ ശശി പോലീസ് കസ്റ്റഡിയിലായത് നന്നായി എന്നാ എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ചിലപ്പോ ഇതവരുടെ തോക്കുകളി വരെ എത്തിയേനെ. എന്റെ ശശികുട്ടനെ പോലീസ് എന്തെങ്കിലും ചെയ്യോ സ്വാമി? അതൊന്നും പത്മനാഭൻ നായർ ഭയപ്പെടണ്ട. അങ്ങനൊന്നും ഉണ്ടാവില്ല. അവൻ പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ. നിങ്ങളിങ്ങനെ കുട്ടികളെ പോലെ ആവല്ലേ. അവനെ ഇറക്കിക്കൊണ്ടുവരേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കണ്ടേ. പിടിക്കപ്പെടുമ്പോ അവന്റെ കയ്യില് കാശായിട്ട് തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ 5 ഇരട്ടി കെട്ടിവെച്ചാലേ ശശിയെ നമുക്ക് ഇറക്കാൻ പറ്റും. അതിനുള്ള വഴി കണ്ടെത്തുക. ഒരു നിമിഷം വൈകിക്കേണ്ട പത്മനാഭൻ നായരെ. കുടുംബം എന്താ ഞാൻ ചെയ്യാ? അച്ഛന്റെ കണ്ണടയുമ്പോ 10 12 വയസ്സാ ശശികുട്ടന്. അമ്മു ഒന്നും അറിയാതെ അമ്മയുടെ ഒക്കത്തും. അവിടെ നിന്ന് തുടങ്ങിയതാ പപ്പേട്ടന്റെ പാച്ചില്. മനസ്സറിഞ്ഞ് എവിടെ ഒന്നിരുന്നിട്ടില്ല, ഇരിപ്പുറച്ചിട്ടില്ല. പിന്നൊക്കെ മറന്ന എന്നും ഒന്ന് നടുനിവർത്തിയത് ഇവിടെയാ. ആരും അറിയാതെ
ഒറ്റയ്ക്ക് എന്നും എന്നെ ആശ്വസിപ്പിക്കണുണ്ടായിരുന്നു ആ അസ്ഥിത്തറയിലിരുന്ന അച്ഛൻ. നല്ല വില കിട്ടും അത്രേ വടക്കേടത്ത് ഈ വീടും പറമ്പും വിറ്റ. പപ്പേട്ട അതിന് പറ്റുമോ എന്റെ പപ്പേട്ടനെ കൊണ്ട്? പറ്റിയിട്ടല്ല, പറ്റുകയില്ല. എന്തിനും ഏതിനും ഏട്ടൻ ഏട്ടെന്നും പറഞ്ഞ് എന്റെ ബെരലിൽ തൂങ്ങി നടന്ന ശശികുട്ടന ഇരുമ്പഴിക്കുള്ളില്. നമുക്കെന്തിനാ വീട്? എവിടെയെങ്കിലും ഒരു കൂര കെട്ടിക്കിടന്നാലും വേണ്ടില്ല, ശശികുട്ടൻ ഇറക്കണം. ഇപ്പോ എനിക്ക് ചോദിക്കാനും പറയാനും അമ്മയായിട്ടും അച്ഛമ്മയായിട്ടും എല്ലാവരുമായിട്ടും നീ മാത്രമേ ഉള്ളൂ. അച്ഛന് സമ്മതാവില്ലേ മണിക്കുട്ടി? ആവൂല, എനിക്ക് സമ്മതമല്ല. ഇവിടെ അല്ലാതെ എവിടെ കിടന്നാലും എനിക്കറിയാം പപ്പേട്ടന്റെ മനസ്സുറങ്ങൂലാന്ന്. ഇക്കാലം വരെ ഓടിയതൊക്കെ ഈ വീടും ഇവിടെയുള്ളവരെ നിലനിർത്താനല്ലേ? അത് നഷ്ടപ്പെട്ടു നിൽക്കണ പപ്പേട്ടനെ കാണണ്ട. ഞാൻ പറഞ്ഞ എന്റെ പപ്പേട്ടനെ അനുസരിക്കണം. അനുസരിക്കോ? ആ അലമാരയില് അപ്പുറത്തെ എന്റെ വീടിന്റെ താക്കോലുണ്ട്, അതൊന്നും നിങ്ങൾ എടുക്കോ? അനുസരിക്കുന്നു പറഞ്ഞിട്ട് എനിക്കെന്തിനാ? അത് പപ്പേട്ടന്റെയാ. ആ വീട് പറമ്പും വിറ്റാലും നല്ല വിലയൊക്കെ കിട്ടും, അത് തന്നെയാ വിൽക്കേണ്ടത്. നമുക്കെന്തിനാത്? എനിക്കിനി എന്നും ജീവിക്കാനുള്ളത് ഇവിടെ തന്നെയാ. കാലിടവി വീഴാൻ തുടങ്ങിയപ്പോ താങ്ങി പിടിച്ചു അല്ലേ? എന്നാലും അത് വേണോ എന്റെ മണിക്കുട്ടി? വേണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പപ്പേട്ടൻ അത് ചെയ്യണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. എനിക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞ എന്റെ പപ്പേട്ടൻ അനുസരിക്കുന്നു. ഉള്ള കാര്യം പറയാലോ, ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഇടപെടാൻ ഈ തൊഴിലിനോടുള്ള ബഹുമാനം എന്നെ അനുവദിക്കാറില്ല. ഞാനൊട്ട് അത് ചെയ്യാറുമില്ല. പക്ഷേ ആ സാധു മനുഷ്യന്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹവും വേദനയും അതൊന്നുകൊണ്ട് മാത്രമാണ്. ഏട്ടൻ, എനിക്ക് ഏട്ടനെ കാണണം. ശശികുട്ട, എന്തൊക്കെയത്? എന്റെ പാപങ്ങള് ഞാൻ ഇവിടെ
ഇവിടെ കൊണ്ടാ കഴിക്കളെ. അത്രയ്ക്ക് അത്രയ്ക്ക് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഏട്ടനോട്. എന്നിട്ടും ഏട്ടൻ ഇപ്പോഴും പൊറുക്കില്ല എന്നോട്. ശശികുട്ട, അങ്ങനെ ഒന്നും പറയണ്ട ഏട്ടനോട്. നിനക്കറിയാതെ എന്തെങ്കിലും പറ്റിയെന്ന് വെച്ച് അതൊക്കെ തെറ്റായിട്ട് കാണുമോ ഏട്ടൻ? ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്റെ ശശികുട്ടന്. ഇറങ്ങി വന്നല്ലോ നീയെ, കണ്ടല്ലോ നിന്നെ, അത് മതി ഏട്ടന്. വാ. അമ്മേ, മോനെ, വലിയ ഏട്ടനുണ്ടാവും എന്നും. ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വടക്കേടത്ത വീടും ആ മണ്ണും അവിടെ ഉണ്ട്. നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും. അങ്ങോട്ട് വരാം എല്ലാവർക്കും. ഈ വീട് നിയമപരമായിട്ട് ഏത് നേരത്തും നഷ്ടപ്പെടാം. വടക്കേടത്ത് വിശ്വനാഥൻ നായരുടെ അമ്മയും ഭാര്യയും മക്കളും കേറിക്കിടക്കാൻ ഇടവില്ലാതെ പെരുവഴിയിലായെന്ന് പറഞ്ഞു കേൾക്കരുത്. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. മായ്ച്ചാ മായാത്തതൊന്നും മനസ്സിലുണ്ടാവരുത് ആർക്കും. എനിക്കങ്ങനെ ഒന്നുമില്ല. ഇറങ്ങട്ടെ. അവർക്ക് എന്തി പപ്പേട്ട? വിളിക്കാഞ്ഞിട്ടല്ല, വന്നില്ല. എന്നും അവസാന തീരുമാനങ്ങൾ അവരുടേതായിരുന്നു. അറിയാലോ മണിക്കുട്ടിക്ക്. വടക്കേടത്തെ വാതില് മാത്രമല്ല, നമ്മുടെ മനസ്സും തുറന്നു വെച്ചിട്ടില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട്. എന്നാലും പപ്പേട്ടൻ അവരെയും കൂട്ടിട്ട് തന്നെ വരായിരുന്നു. കാത്തിരുന്നതാ ഞാൻ. എനിക്ക് മോഹമുണ്ടായിരുന്നു. പപ്പേട്ട, നോക്കി ആരൊക്കെയാന്ന്? ചെന്ന് വിളിക്കും.